Hi everyone, welcome to our RTP session. ഇന്ന് നമ്മൾ ലോയുടെ ഡിസംബർ 23 എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള RTP ഡിസ്കഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 20 ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് വേറെ ആരുമല്ല, പാപ് കബാബ് അവർ ICA. സോ അതുകൊണ്ട് തന്നെ ഇത് ഈ RTP എന്ന് പറയുന്നൊരു മെറ്റീരിയൽ മിസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ എക്സാമുകളിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. ആൻഡ് RTP എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നമ്മളുടെ എക്സാമിന് നമ്മൾ പഠിക്കുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യൻസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് ഈ RTP ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ റിവിഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും. സോ ഞാൻ ഇന്നത്തെ സെഷനിൽ നമ്മളുടെ മെറ്റീരിയലിൽ നമ്മളുടെ ICAയുടെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ നമ്മൾ എഡിറ്റ് വരുത്തിയ ചെറിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ സെഷൻസ് നടന്നുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സെക്ഷനാണ് ഈ ഒരു RTP വന്നിരിക്കുന്നത് ആൻഡ് ഏത് ചാപ്റ്ററിലെ നമ്മളുടെ ലോയുടെ ബുക്കിലെ ഏത് പേരിന്നാണ് വന്നതെന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ RTP ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ടെക്സ്റ്റ് ബുക്കും ഒരു വൺ ടൈം നമ്മളങ്ങ് കവർ ചെയ്യാണ്. സോ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കൊരു ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കോൺട്രാക്ട് ആക്ടിൽ ഒരു ഏരിയ പഠിക്കുകയാണ്, നമ്മൾ ആ ഏരിയ മാത്രം അങ്ങ് സ്റ്റക്കായി പോകും. നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് തീർന്നിട്ടില്ലല്ലോ, അപ്പോൾ മുന്നോട്ട് പോകില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് RTP നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിനെ തുടക്കത്തിൽ നിന്നായിരിക്കും, പിന്നെ ഒരു എൻ്റെ നിന്നായിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയ റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് കവർ ചെയ്യും. സോ നമ്മളുടെ RTP ഈ ഡിസംബർ എടുത്തൊരു RTP ഐ വുഡ് സേ ബ്യൂട്ടിഫുൾ RTP ഗൈസ്. നല്ല കുറച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, ഇപ്പം വെറുതെ ക്വസ്റ്റ്യൻ കാണിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഒന്നും, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വസ്റ്റ്യൻസാണ് ഇട്ടത്. നമുക്കത് ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും എനിക്ക് കുട്ടികളുടെ അടുത്ത് വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, സാർ എന്തൊക്കെയാണ് പുതിയ അമെൻമെൻറ്റ്സ്, എന്തൊക്കെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ കൂടിയാണ് RTP. പക്ഷേ നമ്മളുടെ റെഗുലർ ക്ലാസ്സിൽ ഇരുന്നവർക്കാണെങ്കിലും ക്രാഷിലിരുന്നവർക്കാണെങ്കിലും ഇനിയിപ്പോൾ CA ഫൗണ്ടേഷൻ്റെ റിവിഷൻ ബാച്ച് ഇരുന്ന മക്കൾക്കാണെങ്കിലും ഇനി അതല്ല വേറെ ഏതൊരു ഫാക്കൽറ്റീസും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇരുന്ന മക്കൾക്കും ഇപ്പം നമ്മളുടെ യൂട്യൂബ് ലൈവ് കാണാൻ പറ്റുമല്ല. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തന്ന സാറൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അമെൻമെൻ്റ് അല്ലാതെ മറ്റ് അമെൻമെൻറ്റുകളൊന്നും, അതായത് റീസെൻ്റ് ആയിട്ട് പുതിയൊരു വലിയൊരു അമെൻമെൻ്റ് ഒന്നും തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു ആശ്വാസമാണ്. നമുക്കത് ആശ്വാസം എന്ന് പറയുന്ന പോലെ തന്നെ സങ്കടമാണ്, കാരണം അതുണ്ടെങ്കിൽ നമുക്കത് ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത് അത് വന്നേനെ. ആൻഡ് ഓൾസോ ഇതിന്ന് നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസിനെ അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അങ്ങനെ തന്നെയോ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ചെറിയൊരു മാറ്റത്തിലൂടെയോ പ്രതീക്ഷിക്കാം. അപ്പോൾ എപ്പോഴും നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് RTPനെ നമ്മൾ എന്ത് ചെയ്യണം, പഠനത്തിൽ ഉൾപ്പെടുത്തണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സോ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാൻ തോന്നുന്നു. വേറെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, സ്റ്റഡി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മക്കളെ ഫസ്റ്റ് സ്റ്റഡി പഠിക്കുക, രണ്ടാമതായിട്ട് ഇത് റിവൈസ് ചെയ്യുക, മൂന്നാമതായിട്ട് നമ്മൾ റീകളക്റ്റിംഗ് കപ്പാസിറ്റി നോക്കണം, ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റിൻ്റെ കൂടെയാണ്, അത് തൊട്ട് മുന്നെയാണ് നമ്മൾ ഈ RTP ചെയ്യുന്നത്. സോ RTPയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഓൾമോസ്റ്റ് വെൽ എക്വിപ്ഡ് ഫോർ റൈറ്റിംഗ് യുവർ എക്സാംസ്. ഇപ്പം ഡിസംബറിൽ നമ്മൾ എക്സാം ഉണ്ട്. സോ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കോൺട്രാക്ട് ആക്ട് എന്നാണ് വന്നിരിക്കുന്നത്. സോ ഞാനൊന്ന് നമ്മളുടെ RTPയിലെ ഓക്കെ, സോ RTPയിൽ ഞാനൊരു കാര്യം ഫസ്റ്റ് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു അമെൻമെൻറ്റ് ഏരിയയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അമെൻമെൻറ്റ് ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഈ ഒരു ഏരിയയിലെ സ്മോൾ LLP എന്ന് പറയുന്ന ഏരിയ. വേറൊരു കാര്യം,
നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ഒരു PDF അവൈലബിൾ ആണെങ്കിൽ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതല്ല ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം, ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറയാം. പിന്നെ ഈ ഒരു PDF നിങ്ങളുടെ കയ്യിൽ വെക്കുക. സപ്പോസ് ഇപ്പം ഐ നോ മെനി ആർ വാച്ചിങ്. റുഷാന ചോദിക്കുന്നത് ഈ ലൈവ് ഒന്നും കൂടെ കാണാൻ പറ്റും. ഇതിവിടെ ഉണ്ടാവും, യു ക്യാൻ വാച്ച്. ബെറ്റർ യു ക്യാൻ വാച്ച് ഇറ്റ് നൗ സോ ദാറ്റ് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. ഇത് പിന്നെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ കാണുകയാണെങ്കിലും ഇനി പിന്നീട് നിങ്ങൾ ഈ ഒരു സെഷൻ കാണുകയാണെങ്കിലും നിങ്ങൾ കയ്യിൽ ഈ PDF വെക്കുക. എൻ്റെ പാരലൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടും ഒരു പെന്നും ഉണ്ടാവുക. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ആ PDF കൂടെ നോക്കുക, നോട്ട് ചെയ്യുക. അങ്ങനെ വേണം പഠിക്കാൻ. ആ ഈ PDF നമ്മളുടെ ക്ലാസ് തീരുന്നതോടുകൂടി ഈ ഒരു PDF എന്താണോ കംപ്ലീറ്റ് ആവണം. ഓക്കെ, അപ്പം ഞാൻ അമെൻമെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആദ്യമായിട്ട് കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ സ്മോൾ ലിമിറ്റഡ് ലയബിലിറ്റി, ഇത് നിങ്ങളുടെ സാറ് അല്ലെ മാം ക്ലാസ് കവർ ചെയ്തിട്ടുണ്ടാവും. ഓൾസോ വിൽ എക്സ്പ്ലെയിൻ. സ്മോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ന്യൂലി ഇൻസേർട്ടഡ്. അതിൽ കോൺട്രിബ്യൂഷൻ 25 lakhs ഓ സച്ച് ഹയർ എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഹയർ എമൗണ്ട് 5 crore ആണ്, പക്ഷേ ഇവിടെ ഇപ്പോൾ 25 lakh എന്നുള്ളതാണ് റിലവൻ്റ് ആയ എമൗണ്ട്. ആൻഡ് ടേൺ ഓവർ ഷാൾ നോട്ട് എക്സീഡ് 40 lakh rupee ആൻഡ് ഇറ്റ് ക്യാൻ, അത് എക്സീഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് 50 crore. ഇവിടെ പക്ഷേ ഇപ്പോൾ റിലവൻ്റ് എത്രയാണ്? 40 lakh rupees ആണ്. സോ ഈ ഒരു എമൗണ്ട്, ഈ ഒരു കണ്ടന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒരു പോയിന്റ് അതാണ്. പിന്നെ എല്ലാ മക്കൾക്കും എൻ്റെ അടുത്ത് വരുമ്പോഴുള്ളൊരു ഡൗട്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ LLPയിൽ നോമിനീൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആദ്യം അത് 182 days ആയിരുന്നു, ഇപ്പം 120 ആണെന്ന് വന്നിട്ടുണ്ട്. ബാക്കി കൂടുതലായിട്ട് റെസിഡൻഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ CA ഇൻ്ററിൽ, നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ സെഷനൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻ്ററിലേക്ക് എത്തും. അപ്പോൾ ഇൻ്ററിലെത്തുമ്പോൾ നമുക്ക് ഇൻ്ററിൻ്റെ ടാക്സ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മൂവിങ് ഓൺ. ഇനി ഇതിൽ വളരെ റിലവൻ്റ് ആയി തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിലെ ഒരു ഡിസ്കഷനാണ്. അതും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോയിന്റ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു, വൺ സെക്കൻഡ് ഐ വിൽ ഷോ യു ദിസ് തിങ്. ഈ ഒരു പ്രൊവിഷനാണ് നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. അത് 4 CR 40 CR ആണ് എന്ന് ഒന്ന് കാണാം. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ സെക്ഷൻ. അതിൽ സ്മോൾ കമ്പനി, അപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. വോയിസ് ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വോയിസ് ഒന്ന് നോക്കി. ആണോ? ഓക്കെ, ലെറ്റ് മീ ട്രൈ. ഓക്കെ ഫൈൻ. Okay, one sec, we'll take a second, we'll solve it, don't worry. തീരെ കുറവാണോ? വോയിസ് തീരെ കുറവാണോ? ഓക്കെ, I will update with the technical team and പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം കേട്ടോ. സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ ഫൈൻ. സോ 4 crore ആണ് സ്മോൾ കമ്പനിയുടെ ലിമിറ്റ്. ടേൺ ഓവർ ആകുമ്പോൾ 40 crore ആണ്. അതും ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നോ നിങ്ങൾ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകണ്ട. ഈ ലിമിറ്റ് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടെ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. വോയിസ് കുറവാണെന്നൊരു കമൻറ്റ് വന്നു, അതിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉടനെ സോൾവ് ചെയ്ത് തരാം. ഓക്കെ ആയാലൊന്ന് കമൻറ്റിലേക്ക് വന്നാൽ മതി. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വോയിസിൽ കുറച്ചൊരു ഇൻക്രീസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ജസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഐ തിങ്ക് ദേ ഹാവ് സോൾവ്ഡ് ഇറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നാവും. കുറച്ച് പേര്, 2 പേര് കൺസേൺ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഒന്ന് പറയാമോ? നോക്കുന്നുണ്ട്, ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ പാരലൽ 2-3 മെറ്റീരിയൽസ് ഉണ്ടാവും, എല്ലാത്തിലും കണ്ടന്റ് സെയിം തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് യൂസ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. അശ്വതി, ബിജു, അൻസ, അതുൽസ് ഹാപ്പിനെസ്, കൊള്ളാലോ. അമർത്യ, ബിജു, എനിക്കറിയാലോ, അമർത്യേനെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി, സുധീർ, ഇവരൊക്കെ എൻ്റെ പരിചയമുള്ള ആൾക്കാരാണല്ലോ. സുഖമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ 2-3 ഡോക്യുമെൻറ്റ്സ് ഞാൻ പാരലലി കാണിക്കും.
ഓക്കെ, മുഹമ്മദ് ഫർഹാൻ സെറ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെറ്റാവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഇതിൽ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ, RTPയിൽ അറിയാത്ത മക്കൾക്ക് വേണ്ടി പറഞ്ഞുതരാണ്. ലോയിൽ 5 ലോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോൺട്രാക്ട് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, LLP, കമ്പനീസ് ആക്ട്. അപ്പോൾ ഇതിൽ RTPയിൽ അവർ 20 ക്വസ്റ്റ്യൻസും ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ആദ്യം കോൺട്രാക്ട് ആക്ട്, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ്, LLP, കമ്പനീസ് ആക്ട്, അങ്ങനെയാണുള്ളത്. സോ ഓരോ ചാപ്റ്ററിലെയും ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് വരാൻ ഹൈ ചാൻസ്, ഹൈ പ്രോബബിലിറ്റി ആണ്. ഇങ്ങനെ റിവിഷൻ ബാച്ചിലോ ക്ലാസ്സിലോ ഇരുന്ന മക്കൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നല്ല പരിചയം ഉണ്ടാകുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റാണ്, ഓക്കെ ആണ്, സുഖമാണെന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, Sheetal was a classical dancer. Hope you can see the question. So Sheetal was a classical dancer. She entered into an agreement with Sharad Vidya Mandir for 50 dance performances. അപ്പോൾ ശീതൾ എന്ന് പറയുന്ന ഒരാൾ ഒരു ശാരദ് വിദ്യാ മന്ദിർ എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് 50 ഡാൻസ് പെർഫോമൻസ് ചെയ്യാം എന്നൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. സോ as per the contract, she was supposed to perform every weekend and she will be paid 8,000 per performance. However, after a month, she was absent without informing due to her personal reason. Answer the following question as per Contract Act 1872. അപ്പോൾ hope you are understanding the scenario. അപ്പോൾ മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം അടിച്ച് ഞാനൊരു ഇതിലൊരു ഇത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിയേ. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓക്കെ, മേ ബി ഇവിടെ തന്നെ ചെയ്തു തരാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് വരാം. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരാണ് ഇവിടെ ഉള്ള പാർട്ടീസ് എന്ന് നോട്ട് ചെയ്യാം. സോ പാർട്ടീസ് ആരാന്ന് നോക്കിയേ. ഒന്ന് ശീതൾ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്, പിന്നെ ഒന്ന് ശരത് വിദ്യാ മന്ദിർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്. പിന്നെ അവർ 8,000 റുപ്പീസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 50 ഡാൻസ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൗ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചത് എന്ന് നോക്കാം. വെദർ മാനേജ്മെന്റ് ഓഫ് ശരത് വിദ്യാ മന്ദിർ ഹാസ് റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. അപ്പോൾ ഇവര് 50 ഡാൻസ് പെർഫോമൻസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇവര് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ റീസൺ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ വരുന്നതെന്ന് അവർ മാറി നിൽക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഈ വിദ്യാമന്ദിർ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ മക്കൾ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ആയിട്ട് വന്നേ. ഒന്ന് പോസിബിൾ യെസ് ആണോ നോ ആണോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ, ഒന്ന് കമൻറ്റിലേക്ക് ഒന്ന് വന്നേ. ജസ്റ്റ് ഞാൻ ഐ ആം നോട്ട് എ പേഴ്സൺ ഹു ഇൻസിസ്റ്റ് ഓൺ കമൻറ്റിങ് ഓർ സംതിങ്, ബട്ട് സിൻസ് ഐ ആം സീയിങ് മെനി സ്റ്റുഡൻസ്, മോസ്റ്റ് ഓഫ് മൈ സ്റ്റുഡൻസ് അഗെയിൻ, അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ പോളും പിന്നെ മറ്റേ കമൻ്റൊക്കെ ചെയ്യുന്നതല്ലേ. ഓക്കെ, പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടതല്ലേ? യെസ് എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ് ആൻസറിങ്, ഫൈൻ. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം ആൻസറിലേക്ക് പോവാം. If the management of Sharad Vidya Mandir informed Sheetal about its continuance, can the management still resign the contract after a month on this ground subsequently? ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവർ ആബ്സെൻ്റ് ആയി, അപ്പം പേഴ്സണൽ റീസൺ കൊണ്ട് ആബ്സെൻ്റ് ആയി, അതപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറയാം, നിങ്ങൾ അന്ന് ആബ്സെൻ്റ് ആയില്ലേ, അതുകൊണ്ട് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നതാണ് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ക്യാൻ ശരത് വിദ്യാ മന്ദിർ ക്ലെയിം ഡാമേജസ് ദാറ്റ് ഇറ്റ് ഹാസ് സഫേർഡ് because of this breach of any of the above cases? Okay, so I can see many comments coming in. I think ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കണമെന്ന് തോന്നുന്നു, ബിക്കോസ് മൈ കമൻറ്റ് സെക്ഷൻ സിസ്റ്റം ഈസ് ഓൺ മൈ റൈറ്റ് സൈഡ്. ഫൈൻ. അപ്പോൾ ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ക്ലിയർ കട്ടാണോ? അതായത് ശീതൾ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്, അവർ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം കളിക്കുന്ന ഒരു ലേഡിയാണ്. അവരെ ഈ ഒരു ശാരദ് വിദ്യാ മന്ദിർ എന്ന് പറയുന്ന സ്ഥാപനം കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് ആയിട്ട് 8,000 റുപ്പീസ് പെർ പെർഫോമൻസിലായിട്ട് നോക്കുന്നു. പക്ഷേ അവർ 50 പെർഫോമൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് പേഴ്സണൽ റീസൺ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും വരാതിരുന്നു. അപ്പോൾ ആ സിനാരിയോയിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
ഈ ഒരു മാനേജ്മെന്റിന് ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ആൻസർ സൊല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ സെക്ഷൻ 39 പ്രകാരം when a party to a contract has refused to perform or disabled himself from performing his promise in his entirety, the promisee may put an end to the contract. ഇവിടെ പ്രോമിസി ആരാന്നൊന്ന് കമന്റ് ചെയ്യാവോ? പ്രോമിസി ആരാ ഇവിടെ? ശാരദ് വിദ്യാമന്ദിർ ആണോ അതോ ലേഡി ആണോ? പറഞ്ഞേ, ഒന്ന് സെക്കായി പോകണ്ടോ അല്ലേ? ഓക്കെ, പ്രോമിസി ആരാന്നൊന്ന് കമന്റ് ചെയ്യണേ, ഞാൻ നോക്കാം. സോ പ്രോമിസിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺട്രാക്ട് എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ unless he had signified words or conduct his accused in his continuance. Further, in terms of section 40, promisee shall be required to perform very good. ഇവിടെ ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. Promisee shall be required to perform personally if there is such an apparent intention of the parties. Also, as per section 75, a person who rightfully rescinds a contract is entitled to compensation for any damage which he has sustained through non-fulfillment of the contract. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ആദ്യം നമ്മൾ ഫാക്ട്സ് അല്ലെങ്കിൽ ആക്ട് റിലവൻറ്റ് ടു ദ പ്രൊവിഷൻ ഏതാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് ഇവർ കോട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 39, സെക്ഷൻ 40, സെക്ഷൻ 75. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ. ആദ്യം ഇങ്ങനെ പ്രൊവിഷൻ ഏതാ ഏർക്ക് നമുക്ക് ഓൾറെഡി പ്രൊവിഷൻ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പ്രൊവിഷൻ എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് പ്രൊവിഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ട്, പ്രൊവിഷൻ കറക്റ്റ് ആണോ, പ്രൊവിഷൻ ഉണ്ടോ എന്നൊക്കെ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ ഗിവണിലേക്ക് പോവാം. അതായത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, സോ ഇങ്ങനെ പെർഫോമൻസ് നടത്തുക, ആ ഒരു പോയിന്റിലേക്ക് ആദ്യം എഴുതിക്കോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവിഷനിലേക്ക് വരിക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിൻസ് ശീതൾ കുഡ് നോട്ട് പെർഫോം ആസ് പെർ ടേംസ് ഓഫ് കോൺട്രാക്ട്, ശാരദ് വിദ്യാമന്ദിർ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. യെസ്, അപ്പോൾ എനിക്ക് കമന്റിൽ കുറേ പേര് പറഞ്ഞിരുന്നു ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണ്. ഗുഡ്. Moving on, in the second situation, management of Sharad Vidyamandir informed Sheetal about continuance of contract. Hence, management cannot rescind the contract after a month of his ground and subsequently. അതായത് നിങ്ങൾ വരാതിരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നീ ഒരു മാസം മുന്നേ നിങ്ങൾ ക്യാൻസൽ ആയിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങളങ്ങ് പുറത്താക്കുകയാണ്, അല്ല ക്യാൻസൽ ചെയ്യാണ്. അത് പറയാൻ പറ്റില്ല. നിങ്ങൾ അവർ എപ്പോഴാണോ കോൺട്രാക്റ്റിന് പിന്മാറിയിരിക്കുന്നത് ആ സമയത്ത് തന്നെ പറയണം. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2 ഈസ് ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. As per section 75, Sharad Vidyamandir can claim damages that is suffered because of the breach as per part 1. ഓക്കെ, പാർട്ട് 1 പ്രകാരം, അതായത് ഒന്നാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ പുതിയൊരു ഡാൻസറെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ പേയ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം, അതിൻ്റെ ക്ലെയിം ഓഫ് പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഞാൻ അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് ദിസ് ഈസ് മൈ വർക്കിംഗ്സ് ഐ വുഡ് സേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ മക്കളൊന്ന് നോക്കിയേ. ഞാനിപ്പോൾ ഇവിടെ സെക്ഷൻ 31 ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾ PDF വെക്കുന്ന പോലെ തന്നെ, ഈ RTPൻ്റെ PDF വെക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വേണേൽ ഇതുപോലെ പ്രിൻ്റ് എടുത്തും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടും പഠിക്കുക. അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ, എനിക്ക് കുറേ കൂടെ കണക്ട് ആവാറും അങ്ങനെയായിരുന്നു, ഇപ്പം കുറേ മാറി. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരും ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തും പഠിക്കാം. ഇപ്പം മാർക്ക് ചെയ്യുന്ന കൂടെ തന്നെ നമ്മളുടെ CA ഫൗണ്ടേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇതാ നമ്മളുടെ ഫേവറേറ്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെക്കുക. എന്നിട്ട് നോക്കിയേ, സെക്ഷൻ 39 1.76 ആണ് പേജ് നമ്പർ, സെക്ഷൻ 40 1.76 ആ പേജ് നമ്പർ, സെക്ഷൻ 75 1.103 ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ RTP പഠിക്കുമ്പോൾ ഇത് പോയി ഒന്ന് റെഫർ ചെയ്താൽ നമുക്കൊരു റിവിഷൻ കിട്ടുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് കൊണ്ട് എന്ത് ചെയ്യുക, ആ ഏരിയ പോയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഇപ്പം അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു റിവിഷൻ പോലെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, സൈലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ റീസണബിൾ ടൈമിൽ ക്ലെയിം ചെയ്താൽ മതിയോ? മതി. പക്ഷെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന വിവരം അവരെ അറിയിക്കാം. ഓക്കെ ആണോ? ഓക്കെ,
ഇനി നിങ്ങൾ നോക്കിക്കോ, യെസ് ആർ വിദ്യാമന്ദിർക്കാൻ ടെർമിനേറ്റ് കോൺടാക്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ഒരു ആൻസർ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാണ്. ഞാൻ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ട് ഞാൻ വെച്ചാണ്. സോ പാരലലി ഞാൻ ഓരോന്നിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാനേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഐ ഹോപ്പ് യു ആർ ഹാപ്പി, യു ആർ ഓക്കെ, ഫൈൻ. അടുത്തത് പരിധി. പരിധി എന്നാണ് ഇവരെ പേര്. അപ്പോൾ നമുക്ക് പി എന്ന് എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെയുള്ള കഥാനായകൻ അല്ലെ കഥാനായിക പരിധി. എ മൈനർ ഫോൾസ്ലി റെപ്രസെൻറ്റിങ് ഹെർ ഏജ്. ഹെർ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ലേഡിയാണ്. എൻറ്റേഴ്സ് ഇൻ ടു ആൻ അഗ്രിമെൻറ്റ് വിത്ത് ആൻ ഓതറൈസ്ഡ് ലാപ്ടോപ്പ് ഡീലർ മിസ്റ്റർ മിത്തൽ. അപ്പോൾ ഇവിടെ വേറൊരു ആളും കൂടെ വരികയാണ്. ആരാണത്? മിത്തൽ, ഓണർ ഓഫ് MP ലാപ്ടോപ്സ്, ഫോർ പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ് ഓൺ ക്രെഡിറ്റ് അമൗണ്ടിങ് 60,000 റുപ്പീ ഓൺ 1 April 2022. മക്കളെ, ഫസ്റ്റ് ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആണോ? പരിധി എന്ന് പറയുന്ന ഒരു മൈനർ ലേഡി, അവർ ലെസ് ദാൻ 18 years ഏജ് ഉള്ള ഒരു ലേഡിയാണ്. അവർ മിത്തൽ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് എന്ത് പറയുന്നു? എനിക്ക് 18 വയസ്സൊക്കെ ആയി, എനിക്ക് ഐ ആം എ മേജർ, അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പിൻ്റെ പൈസ എത്രയാണ്? 60,000 റുപ്പീസ് ആണ്. ഏത് ഡേ ആണ് അവർ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ്? August 1, 2022. She promised to pay back the outstanding amount at an interest of 16% per annum on 31st July 2023. She told him that in case she won't be able to pay the outstanding amount, her father, Mr. Ram. അപ്പോൾ 3 ആളുകൾ നമ്മളുടെ ഈ ഒരു കഥയിലേക്ക് വരികയാണ്. പരിധി, മിത്തൽ, രാം. എമൗണ്ട് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. Mr. Ram will pay back on her behalf. After 1 year, when Paridhi was asked to pay the outstanding amount with interest, she refused to pay and told the owner that she is minor and now he can't recover single penny from her. ഇവിടെ ആള് പെശകാന്ന്, ആളൊരു ഗില്ലാടിയാണ് എന്ന് ഞാൻ പറയും. കാരണം അവര് മേജറാണ് ഏജ് എന്ന് പറഞ്ഞ് ഇയാളെ കബളിപ്പിച്ച് ലാപ്ടോപ്പ് സ്വന്തമാക്കി, പൈസ തരും, ഡാഡി തരും പൈസ എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു കൊല്ലമായിട്ട് പൈസ കൊടുക്കാതെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തതിനു ശേഷം ഈ പാവം പിടിച്ച മിത്തല് പൈസ ചോദിച്ചു പോയപ്പോൾ അവരെന്താ പറയുന്നത്? ഞാൻ മൈനറാണ്, ഞാൻ പൈസ തരില്ല, ഞാനുമായി നിങ്ങൾ ഏർപ്പെട്ട കരാറ് വോയിഡ് അബ് ഇനീഷ്യൂ ആണ്, ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നയ പൈസ പോലും കിട്ടത്തില്ല എന്ന് ഇവരങ്ങ് പറയാം. സിനാരിയോ സെറ്റാണ്. നിങ്ങൾക്ക് കഥയല്ല മനസ്സിലായോ? സംഭവം മനസ്സിലായോ? മൂവിങ് ഓൺ. ഷീ വിൽ ബി മേജർ ഓൺ 1 January 2025. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ടഫ് ക്വസ്റ്റ്യൻ ആണ്. 1 January 2025 മേജർ ആവുമെങ്കിൽ ഇവളുടെ ബർത്ത് എപ്പാണ്? ബർത്ത് ഡേറ്റ് പറ. January 1 എന്ന് പറയരുത്, ഇയർ പറ. ഓക്കെ, ശ്രീലക്ഷ്മി സുധീർ, ഡാഡിയും ഇല്ല മോളും ഇല്ല എന്നാണ് വിഷ്ണു CK പറയുന്നത്. കോണ്ടാക്ട്. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ എപ്പാന്ന് പറയാം, പ്രഡിക്റ്റ് ചെയ്. വെൻ ഈസ് ഹെർ ബർത്ത്ഡേ? ഇനി ബർത്ത്ഡേക്ക് മുന്നേ കേക്ക് മേടിച്ചിട്ട് ഇവർ മൈനറാണ് പൈസ ഇല്ല എന്നൊക്കെ പറയും, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ എപ്പോൾ ആയിരിക്കും? ഇവിടെ ഈ നിന്ന് 18 years അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? ഓക്കെ, ഫൈൻ. ഓൺലി ആഫ്റ്റർ ദാറ്റ് അഗ്രിമെന്റ് ക്യാൻ ബി റാറ്റിഫൈഡ്. എക്സ്പ്ലെയിൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ പറയുന്നു. ഓക്കെ, ഡാർക്ക് മോൺസ്റ്റർ കറക്റ്റ് ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്, അടിപൊളി. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും പറയാവോ? അല്ലെ നീ പറയാത്ത ഡാർക്ക് മോൺസ്റ്റർ ആണോ? ഓക്കെ. So first question, by filing a case against Paridhi, a minor for recovery of outstanding amount with interest. By filing a case against Paridhi, a minor for recovery of outstanding amount with interest. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇയാൾക്ക് കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ടോ ഇയാൾക്ക് കറക്റ്റ് ആൻസർ ആണല്ലോ. എൻ്റെ അമ്മ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. സൂര്യകിരൺ, അൻസ, ആനന്ദ്, മെഹന. മെഹന എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പ്രത്യക്ഷ, അമർത്യ, പ്രോ ഗെയിമർ, SNF, ട്രാവലർ, എല്ലാവരും അടിപൊളി മച്ചാൻ പറയും. നിങ്ങളെല്ലാം പാസ്സാവും, നിങ്ങളെല്ലാം ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഇന്റർണൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നിരിക്കും. ഓക്കെ, ഫൈൻ ഫൈൻ. സോ ബാക്ക് ഫസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് പാസ്സാവും എന്നെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം വന്നിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയി. ഓക്കെ, നിങ്ങൾ പാസ്സാവട്ടാ. ഓക്കെ, സോ ശ്രദ്ധിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് പരിധി, എ മൈനർ ഫോർ റിക്കവറി ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. സോ ഒന്നാമത്തെ കേസിൽ ഇയാൾ കേസ് ഫയൽ ചെയ്താൽ ഇയാൾ വിജയിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്നാലും അങ്ങനെ പാരലലി പോവാം. ഒന്ന് പാരലലി പോയി നോക്കാം. നേരത്തെ ഫുള്ള് വായിച്ചല്ലേ പോയത്?
നോക്കുക. ബൈ ഫോളോയിങ് ദ അബോവ് പ്രൊവിഷൻ മിത്തൽ വിൽ നോട്ട് സക്സീഡ് ഇൻ റീകവറിങ് ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാ ഇവിടെ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു വോയിഡ് അബ് ഇനീഷ്യോ ആണ്. സി വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിൽ തന്നെ വോയിഡ്. ഓക്കെ, വോയിഡ് അബ് ഇനീഷ്യോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ രവിസാറിന് ഓർമ്മയിലാണ്. എന്നെ ലോ പഠിപ്പിച്ചത് രവിസാറാണ്. രവിസാർ അഡ്വക്കേറ്റ് ആണ്. രവിസാർ നല്ല രീതിയിലൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ മൊമെന്റിൽ ഞാൻ രവിസാറിന് ഓർത്തു പോവുകയാണ്. താങ്ക് യു രവിസാർ. രവിസാർ ഇപ്പോൾ ഞാൻ കാണാറുണ്ട്, എൻ്റെ ഗുരുവാണ്. ഓക്കെ, സോ വോയിഡ് അബ് ഇനീഷ്യോ കോൺട്രാക്ട് വിത്ത് ഓർ ബൈ എ മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. അപ്പോൾ സെക്ഷൻ 11 ആണ് ഇവിടെ കോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ മക്കളെ? ഫൈൻ. സോ മൂവിങ് ഓൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ രാം, ഫാദർ ഓഫ് പരിധി, ഫോർ റീകവറി ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. രണ്ടാമത്തത് നിങ്ങൾ പാസ്സാവടാ, നിങ്ങൾ പാസ്സായിട്ട് തന്നെ കോണക്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് സക്സസ് കാണാം. ഫൈൻ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എമൗണ്ട് കനോട്ട് ബി. ഓക്കെ, ഇനി ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് ഡാഡി, മിസ്റ്റർ രാം, നിങ്ങളുടെ മകൾ എൻ്റെ കയ്യിൽ നിന്നും 60,000 രൂപയുടെ ലാപ്ടോപ്പ് മേടിച്ചിട്ടുണ്ട്. അവർ മേജർ ആണെന്ന് എന്നോട് കളവ് പറയുകയും ഇപ്പോൾ അവർ മേജർ ആയിട്ടില്ല എന്ന് പറയുകയും പൈസ തരാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ പൈസ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ രാം എന്ത് പറയും? ഞാൻ പേയ്മെന്റ് തരില്ല, എനിക്ക് സൗകര്യത്തിന്റെ ചെറിയൊരു കുറവുണ്ട് എന്ന് പറയും. എന്തുകൊണ്ടാ? പാരന്റ് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഷീസ് ആക്ടിങ് ആസ് ആൻ ഏജന്റ് പോലെയുള്ള കേസിലല്ലാതെ പാരന്റിനും എന്ത് വരത്തില്ല? ലയബിലിറ്റി വരില്ല. ഓക്കെ അല്ലേ? സോ നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ കീ കാണിച്ചു തരാം. സോ ലെറ്റ്സ് റീഡ്. ഓക്കെ, സോ ഇത് എൻ്റെ വർക്കിംഗ് ആണ്. ആൻസർ കീ നോക്കിയാൽ in the instant case Mittal will not succeed in recovering the amount by filing case against Mr. Ram, father of Paridhi. അപ്പോൾ സോറി, ഇവിടെ ഇവർ 3 എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സം മിസ്റ്റേക്ക്. നോ ഡോണ്ട് വറി, എന്തായാലും കിട്ടത്തില്ല. അടുത്തത് ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് പരിധി എ മൈനർ ഫോർ റീകവറി ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ ഷി അറ്റൈൻസ് മെജോറിറ്റി. ഓക്കെ, എന്താണ്? എമൗണ്ട് കനോട്ട് ബി. ഓക്കെ, മൈനർ കനോട്ട് ബൈൻഡ്. ഓക്കെ, കറക്റ്റാണ്. കമന്റ് എല്ലാം സൂപ്പറാണ്. അടുത്തത് ഇനി അയാൾ ഇതിപ്പോൾ അവരുടെ അടുത്ത് കേസിന് പോയപ്പോൾ കിട്ടുന്നില്ല, ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ മിത്തൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ഫോർ 18th ബർത്ത്ഡേ ഓഫ് പരിധി, ഇവരുടെ ബർത്ത്ഡേക്ക് വേണ്ടി മിത്തൽ കാത്തു നിന്ന്. എന്നിട്ട് മേജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം അയാൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു? കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അയാൾ വെരി ഗുഡ് വർഷ, യു ആർ കമ്മിങ് അപ്പ് വിത്ത് എ കറക്റ്റ് വേർഡിങ്. ദാറ്റ് ഈസ് നോ റാറ്റിഫിക്കേഷൻ ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇയാൾക്ക് പൈസ കിട്ടൂല. നോ റാറ്റിഫിക്കേഷൻ അറ്റൈനിങ് മെജോറിറ്റി, ഹെൻസ് ഒരു സാധ്യതയും ഇല്ല ഇയാൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ പൈസ കടം കൊടുക്കുന്നതിന് പിന്നെ ആധാർ കാർഡ് മേടിക്കാം, എന്നിട്ട് 18 വയസ്സായോ ഇല്ലയോ നോക്കുക, എന്നിട്ട് കരാറിൽപ്പെടാം. ഇല്ലെങ്കിൽ ഫാദറുമായിട്ട് കരാറിലേർപ്പെട്ടാൽ മതി. കുട്ടിയായിട്ട് ഡീലിങ്സ് നെഹി ചായേ. ഓക്കെ അല്ലേ? സോ നോക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ ഫോൾസ് റെപ്രസെൻറ്റിങ് ഹെർ ഏജ് ആൻഡ് ഡേറ്റ് ഒക്കെ ഞാൻ എന്ത് ചെയ്താണ്? നോട്ട് ചെയ്തതാണ്. ആൻഡ് മൂവിങ് ഓൺ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ആൻഡ് ഓൾസോ സെക്ഷൻ 11 ആണ് കോട്ട് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? മൂവിങ് ഓൺ. ഇനി അടുത്ത നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ ആണോ? സെറ്റല്ലേ? Fine. Next, Rohan found a wallet in a restaurant. റോഹൻ എന്ന് പറയുന്ന ആൾ ഇപ്പം നമ്മളെ കാണുന്നതിൽ റോഹൻ ഒന്നും ഇല്ല. റോഹൻ എന്ത് ചെയ്തു? വാലറ്റ് കിട്ടി. വാലറ്റ് കിട്ടിയാൽ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്. ഞാനും നിഖിൽ സാറും നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് വാലറ്റ് കിട്ടിയിരുന്നു. അതിൽ പൈസ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ അതിൻ്റെ ഓണർ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് ഈ പറയാൻ പോകുന്നത്. സോ Rohan found a wallet in restaurant. He enquired all the customers present there, but a true owner could not be found. Actually, ഇയാൾ നല്ലൊരു മനുഷ്യനാട്ടോ. ഇയാൾ ആ വാലറ്റ് വീണിട്ടതിന് ശേഷം എല്ലാവരുടെ അടുത്തും പോയിട്ട് നിങ്ങളെ വാലറ്റാണോ പോയതെന്ന് എല്ലായിടത്തും പോയി ചോദിക്കുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു അല്ല, എൻ്റെ പേഴ്സ് അല്ല എന്ന് ആരും. അവിടെയുള്ള ആൾക്കാർ മൊത്തം മാന്യന്മാരാണ്. ആ പേഴ്സ് അല്ലാന്ന് പറഞ്ഞാൽ ആരും ഒന്നിട്ടില്ല. വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക. ടൈം ട്രാവലർ. ഓക്കെ, നീ ടൈം ട്രാവൽ ചെയ്തിട്ട് CA ഫൈനലൊന്നും എത്തല്ലേ? ഇപ്പം ഇത് പാസ്സാക്കിലും പോകും നമുക്ക്. പിന്നെന്താ ബാക്കിയൊരു സെറ്റ്. ഓക്കെ, എന്നാണ് ഉണ്ട്. ഓക്കെ ഫൈൻ. സോ ഇയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ഹാൻഡ് ഓവർ ദ സെയിം ടു ദ മാനേജർ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ടു കീപ് ദ വാലറ്റ് ടിൽ ദ ട്രൂ ഓണർ ഈസ് ഫൗണ്ട്.
After a week, Rohan went back to the restaurant to inquire about the wallet. റോഹൻ വേറെ ലെവലാണ്. റോഹന് ഇങ്ങനെ എല്ലായിടത്തും ചോദിച്ചിട്ട് അത് കിട്ടിയില്ല, അങ്ങനെ അയാൾ മാനേജറെ ഏൽപ്പിച്ച്, എന്നാൽ അതോടുകൂടി എൻ്റെ വർക്ക് തീർന്നു അയാൾ വിചാരിച്ചില്ല. അയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി നോക്കി, മിസ്റ്റർ മാനേജർ, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് ഒരു വാലറ്റ് കളഞ്ഞു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു, അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അയാൾ പോയി എൻക്വയർ ചെയ്തു. ഓക്കെ, the manager he handed over the same to the manager. He handed over the same to the manager of the restaurant to keep the wallet till the true owner is fine. After a week, Rohan went back to the restaurant to inquire about wallet. Manager refused to return it to Rohan, saying that it did not belong to him. In the light of Indian contract at 1872, can Rohan recover the wallet from the manager? കഥ മനസ്സിലായോ? സ്റ്റോറി 10. അതായത് വാലറ്റ് കളഞ്ഞു കിട്ടി, വാലറ്റ് എല്ലാവരുടെതും പോയി ചോദിച്ചു. പിന്നെ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ മാനേജറുടെ അടുത്ത് പോയിട്ട് മാനേജറെ ഏൽപ്പിച്ചു. എന്നാൽ ഇയാൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. മാനേജർ അടുത്ത് 1 വീക്ക് കഴിഞ്ഞിട്ട് വന്ന് എൻക്വയറി ചെയ്യാണ്. നന്മമരം, അതേടാ, അയാം കൊള്ളാം. നിങ്ങളെല്ലാം പേരൊക്കെ അടിപൊളി പേരാട്ടോ. എൻ്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടോ, വെറൈറ്റി പേരാണല്ലോ നിങ്ങളത്. ഓക്കെ, നൗ ബാക്ക്. സോ നന്മമരമായ ഈ മനുഷ്യൻ പിന്നീട് മാനേജറുടെ അടുത്ത് പിന്നെയും പോയി ചോദിക്കുകയാണ്. എന്താ പോയി ചോദിക്കുന്നത്? ഞാനൊരു വാലറ്റ് തന്നിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ ഓണറെ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മാനേജർ എന്ത് പറയുന്നത്? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ റോഹൻ എന്ത് പറയുന്ന? വാലറ്റിങ് എടുക്ക്, ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ ഇനി ഈ ടൗണിലുള്ള എല്ലാവരും പോയി ചോദിക്കട്ടെ, എന്തോ അയാൾക്ക് എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അപ്പോൾ മാനേജർ എന്ത് പറഞ്ഞു? ഇത് നിങ്ങളുടെ വാലറ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാലറ്റ് തിരിച്ചു തരില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ നന്മ മരത്തിന് തിരിച്ച് ഈ വാലറ്റ് കൊടുക്കണോ, അതോ മാനേജറുടെ കയ്യിൽ ഈ വാലറ്റ് സൂക്ഷിച്ചു വെക്കണോ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞേ, ആരെടുത്ത് വെക്കണം? ഇതേതാ പ്രൊവിഷൻ എന്ന് മനസ്സിലാവുമോ? അപ്പോൾ പിന്നെ ചില മക്കൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സാറേ സെക്ഷൻ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ RTP കാണുന്ന സെക്ഷനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ, ഒരു പ്രാവശ്യം എഴുതിയൊക്കെ പഠിച്ചാൽ ആവശ്യം വരും കേട്ടോ. എല്ലാ സെക്ഷനൊന്നും ഇപ്പം പഠിക്കേണ്ട, സബ് സെക്ഷനൊന്നും പഠിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിൽ പറയുന്ന സെക്ഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ആരെടുത്ത് വെക്കണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഞാനൊരു വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, മാനേജറുടെ കയ്യിൽ വെക്കണോ അതോ കൊടുക്കണോ? അപ്പോൾ ശ്രീലക്ഷ്മി സുധീർ പറഞ്ഞത് കൊടുക്കണമെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ നോക്കാം. റോഹിത്തിന് കൊടുക്കണമെന്ന് അശ്വതിയും പറയുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനൊന്ന് നോട്ട് നോക്കുമ്പോൾ റോഹൻ ആണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഇത് നമ്മൾ എവിടെയാണ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് 1.113 ഈ ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ ഒരു എക്സാമ്പിൾ, സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ കാണാം. ഓക്കെ, റോഹൻ, അതായത് റോഹൻ ഈസ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഹി ഈസ് എൻഡേറ്റഡ് ടു റീറ്റെയിൻ ദ വാലറ്റ് ഫൗണ്ട് അഗെയിൻസ്റ്റ് എവറിബഡി എക്സെപ്റ്റ് ട്രൂ ഓണർ ആൻഡ് മാനേജർ. അതായത് ഒരു ലോസ്റ്റ് ഗുഡ് ഫൈൻഡ് ചെയ്ത ഒരാൾ, സപ്പോസ് ഐ ഗോട്ട് ദിസ് ലോസ്റ്റ് ഗുഡായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫൈൻഡർ അല്ലേ, ലോകത്തിലെ മറ്റാരേക്കാളും എനിക്കിതിൻ്റെ മുകളിൽ അവകാശമുണ്ടാകും, ആരൊഴികെ ട്രൂ ഓണർ അല്ലാതെ. അപ്പോൾ ട്രൂ ഓണർ അല്ലാത്ത വേറെ ആര് വന്നാലും എന്താണ്? ഓക്കെ, ജസ്റ്റ് ആണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓണർ അല്ലയോ? അതേ മോനെ. അടുത്തത് റോഹിന് തന്നെ കൊടുക്കണം. ഓക്കെ, കൊടുക്കണം. മാനർ വാല്യൂ തിരിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ പ്ലക്കാർഡ് എടുത്തിട്ട് സമരം ചെയ്യണം അല്ലേ, തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെസ്പോൺസ്. ഓക്കെ, കറക്റ്റ് നിങ്ങളെല്ലാം കറക്റ്റാടാ, സെറ്റാണ്. അപ്പോൾ ട്രൂ ഓണർ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ആരാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓണർ എന്ന് പറയുന്നത്? റോഹൻ തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സൊല്യൂഷനിലേക്ക് നോക്കിയാൽ സെക്ഷൻ 31 ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളുടെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? മാനേജർ തിരിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്? ബിക്കോസ് ട്രൂ ഓണർ ഒഴിച്ച് ബാക്കി എല്ലാവരുടെക്കാളും ഇതിൻ്റെ മുകളിൽ അവകാശമുള്ള ആളാരാണ്? നമ്മളുടെ സ്വന്തം നന്മമരമാണ് എന്നതുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യനും പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ തിരിച്ചു കിട്ടും. ധ്രുവരാജ, നല്ല ക്വസ്റ്റ്യനാണ്. ധ്രുവരാജ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ധ്രുവരാജ ജഗത്നാഥ DJ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലു അർജുൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ
പോലീസുകാരൻ അതിന്റെ ട്രൂ ഓണറെ ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ അയാൾ ട്രൂ ഓണറെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ അവിടെ പോയി ചോദിച്ചാൽ നിനക്ക് തരണം. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ ഈ വർത്താനം പറഞ്ഞാൽ, അവിടെ നീ സെക്ഷനും കോൺട്രാക്ടറും പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ നിയമപ്രകാരം മോനെ നീ ചെയ്തത് ശരിയാണ്, ചോദിക്കാം. എക്സെപ്റ്റ് ട്രൂ ഓണറിന്റെ അഗേൻസ്റ്റ് ചോദിക്കാം. പക്ഷെ അവിടുന്ന് എങ്ങനെ പെരുമാറ്റം ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും CID SID ആരെങ്കിലും മോളോ മോനോ മരുമോനോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് അത് ത്രൂ ഒക്കെ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അവിടുന്ന് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ കേരള പോലീസ് ഏറ്റവും നല്ല പോലീസാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പോലീസാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരള ഹൈക്കോർട്ടും കേരള കോടതിയും അതിനേക്കാളും നല്ല കോടതിയാണ്, ഏറ്റവും നല്ല ഹൈക്കോർട്ടാണെന്നുമാണ് എൻ്റെ വിശ്വാസം. അവിടെ ഞാൻ നിർത്തുന്നു. മൂവിങ് ഓൺ. മിസ്റ്റർ സോഹന, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് വലുതല്ലേ ഈ ക്വസ്റ്റ്യന്, കമ്പാരിറ്റീവ്ലി കുറച്ച് വലുത്, കുറച്ച് ഫാക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സംഭവം എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ സോഹൻ, ഓക്കെ സോഹൻ വന്നു. ഇപ്പം റോഹൻ അല്ലേ തൊട്ട് മുന്നേ പഠിച്ചോനെ, റോഹൻ ഇപ്പം ജസ്റ്റ് സോഹൻ. എ വെൽത്തി ഇൻഡിവിജ്വൽ, ഒരു പൈസക്കാരനാണ് സോഹൻ. പ്രൊവൈഡഡ് എ ലോൺ ഓഫ് 80,000 ടു മിസ്റ്റർ മുകേഷ് on 26th February 2021. The borrower, Mr. Mukesh, asked for a further loan of 1.5 lakh. ഓൾറെഡി 80,000 രൂപ കൊടുത്തു, എന്നിട്ട് പിന്നെയും 1.5 lakh കൊടുക്കും. കാരണം ഭയങ്കര പൈസക്കാരനാണല്ലോ. അപ്പം 1.5 lakh and Mr. Sohan agreed but provided the loan in parts, that is 1,50,000. 1 lakh on 28th February and 50,000 on 3rd March 2021. എന്തോ ട്രാൻസാക്ഷൻ കുറേ ഉണ്ടായതുകൊണ്ടായിരിക്കും, ഇല്ലാതെ അയാളുടെ പൈസ ഒക്കെ ഉണ്ട്. സോ ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റാണോ? ഫസ്റ്റ് പാരഗ്രാഫ് മക്കളൊന്ന് വായിച്ചേ സ്വന്തമായിട്ട്. സോഹൻ എന്ന് പറയുന്ന ഒരു പണക്കാരനായ ഒരാള് 80,000 രൂപ മുകേഷിന് കടം കൊടുത്തു. 26 ഫെബ്രുവരിക്ക് കടം കൊടുത്ത. അത് മതിയാവാത്ത മുകേഷ് പിന്നെയും സോഹന്റെ അടുത്ത് കടം ചോദിച്ചു 1.5 ലക്ഷം രൂപ. അതും സോഹൻ കൊടുത്തു. പക്ഷെ 2 ഗഡുക്കളായ കൊടുത്തത്. 1 ലക്ഷം രൂപ 28th ഫെബ്രുവരിക്ക് കൊടുത്തപ്പോൾ 50,000 രൂപ മാർച്ച് 1 കൊടുത്തു. അതിനുശേഷം on 10th March 2021, Mukesh, while paying 75,000 to Mr. Sohan, insisted that the lender should adjust 50,000 towards the loan taken on March 3rd, 2021 and the balance against the loan on 26th February 2021. Mr. Sohan objected this arrangement and asked borrower to adjust in order of the date of borrower fund. So, okay, അപ്പോൾ ഈ question, it's not a tough question at all. സോ നോക്കാം. ഇത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ സോഹൻ എന്ന് പറയുന്നത് വെൽത്തി പേഴ്സൺ ആണ്, മുകേഷ് കടമേടിച്ച ആളാണ്. ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ 1.85 സെക്ഷൻ 59 to 61 എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ടെക്സ്റ്റ് ബുക്കിൽ പോയി നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് 80,000 രൂപ കൊടുത്തു, പിന്നെ 1 ലക്ഷം കൊടുത്തു, പിന്നെ 50,000 കൊടുത്തു. അങ്ങനെ 75,000 കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ റിക്വസ്റ്റ് എന്താണ്? ആദ്യം ലാസ്റ്റ് മേടിച്ച പൈസയിൽ നിന്നും എന്ത് ചെയ്യണം? എൻ്റെ ഈ കടം കുറക്കണമെന്നാണ്. പക്ഷേ ഫോർ വിച്ച് സോഹൻ എന്ത് ചെയ്യുന്നു? പിന്നെ അത് സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ വെദർ കണ്ടൻഷൻ ഓഫ് മിസ്റ്റർ മുകേഷ് ഇസ് കറക്റ്റ് ഓർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മുകേഷ് അങ്ങനെ പറയുന്നത് ഓക്കെ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കുറക്കാമെന്നാണ് കോൺട്രാക്ട് ആക്ട് സംസാരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വാട്ട് വുഡ് ബി ആൻസർ ഇൻ കേസ് ബോറോവർ ഡസ് നോട്ട് ഇൻസിസ്റ്റ് സച്ച് പേയ്മെന്റ്. അങ്ങനെ ഇൻസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഫിഫോ മെത്തഡാണ്. ആദ്യം ഏതാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് വേണം റെഡ്യൂസ് ചെയ്യാൻ. പിന്നെ വാട്ട് വുഡ് ബി ദ മോഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ കേസ് നെയ്തർ സോഹൻ ഓർ രണ്ടുപേരും ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി എന്തിലേക്ക് പോകും? ഫിഫോ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്കാണ് പോവുക. അല്ലെങ്കിൽ ആദ്യം ആരാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ആൻസർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. സെക്ഷൻ 59, അപ്പോൾ ഒന്നാമത്തേൽ 59ഉം പിന്നത്തേൽ 60ഉം പിന്നത്തേൽ 61ഉം ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് ഞാൻ ഇതിൽ തന്നെ ഒന്ന് ആൻസർക്ക് കാണിച്ചു തരാം. ഇറ്റ് വാസ് ദ 4th question, right? Yeah. In case the debtor owes several debts to same creditor and makes payment which is not sufficient to discharge all the debt, the payment shall be appropriated, adjusted against the debt as per section 59, 60 and 61. അതായത്
ഇയാൾ കൂടുതൽ പൈസ മേടിച്ചു, പക്ഷേ റിട്ടേൺ നടത്തുന്ന സമയത്ത് പേയ്മെൻറ്റ് ഫുള്ള് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ നമ്മൾ 59-61 ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാൽ മക്കളെ, ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് 59 where debtor owing several distinct debt to one person makes a payment to him either with express intimation or under circumstances implying that payment is to be applied to the discharge of some particular debt, the payment if accepted must be applied accordingly. Therefore Mukesh is correct. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, മുകേഷ് ഇത് ഞാൻ മൂന്നാമതായിട്ട് മേടിച്ച പൈസ ഇല്ലേ, അതിൻ്റെ പൈസയാണ്. ചിലപ്പോൾ എന്താണെന്ന് അറിയുക, സപ്പോസ് ഞാൻ ഒരാളിന്ന് പൈസ മേടിച്ചിട്ട് 3 പ്രാവശ്യം ഞാൻ പൈസ മേടിച്ചിട്ട് ഞാൻ 3 പേർക്കാണ് കൊടുത്തത്. അതിൽ അവസാനം കൊടുത്ത ആളാണ് എനിക്ക് ആദ്യം പേയ്മെന്റ് തന്നത്. അപ്പം ഞാൻ അതായിരിക്കും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കാരണങ്ങളും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് മുകേഷിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബോറോവറിന്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചേക്കണം. ഓക്കെ, അടുത്തത് as per provision 60 where the debtor has omitted to intimate and there is no other circumstances indicating to which debt the payment is to be applied, creditor may apply it to at his discretion, important point, and discretion, to any lawful debt actually due and payable to him from the debtor where its recovery is or is not barred by the law in force for the time being as to limitation of suit. Hence, in case Mr. Mukesh fails to specify the manner of appropriation of debt on part of repayment, Mr. Sohan, the creditor, can appropriate the payment as per his choice. രണ്ടാമത്തെ കേസിൽ നമ്മളുടെ ബോറോവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കടം കൊടുത്ത ആളില്ലേ, അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി തേർഡ് കേസിലോ, ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് 61 where neither party makes any appropriation, payment shall be applied in discharge of the debts in order of time, whether they are or are not barred by law in force for the time being as to the limitation of suit. If the debts are equal standing, payment shall be applied in discharge of each proportionately. Hence, അങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, പ്രൊപ്പോർഷണലി എന്താവും, ഇത് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർ യു പീപ്പിൾ. ഓക്കെ ആണോ? അപ്പം 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. മൂവിങ് ഓൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? സ്റ്റേറ്റ് ദ റീസൺ വെദർ ഫോളോയിങ് അഗ്രിമെന്റ്സ് ആർ വാലിഡ് ഓർ വോയിഡ് ആസ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് വാലിഡ് ആണോ വോയിഡ് ആണോ നമുക്ക് നോക്കാം. Where 2 courts have jurisdiction to try a court, an agreement between the parties that the suit should be filed in one of the courts alone and not the other. Suppose 2 കോടതിയിൽ നമ്മളുടെ സ്യൂട്ട് ഫയൽ ചെയ്യൽ പോസിബിൾ ആണ്. അപ്പോൾ ഒരാൾ പറയുന്നത് ഈ ഒരു കോടതി തന്നെ ഫയൽ ചെയ്യാമോ? അങ്ങനെ പറയുന്നത് അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആകുന്നില്ല. അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് പ്രകാരം വോയിഡ് ആണ്. അഗ്രിമെന്റ് റിസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കേസൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവരെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 5th one അതെന്താണ്, വാലിഡ് ആണ്. An agreement in restraint of legal proceeding is the one by which any party is restricted absolutely from enforcing his rights under a contract through a court. Section 28. A contract of this nature is void. However, in the given statement, no absolute restriction is marked on parties on filing suit. As per agreement, suit may be filed in one of the court having jurisdiction. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നില്ല, അഗ്രിമെന്റ് റിസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ഇല്ല. അതുകൊണ്ട് എന്താണ്, വാലിഡ് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇപ്പം നമ്മൾ അതിലേക്ക് ഓക്കെ, സോ ഇവിടെ ഞാനത് നോട്ട് ചെയ്യാണ് ചെയ്തത്. ഫൈൻ. സെക്കൻഡ് പോയിന്റ് നോക്കാം. എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു വൈ. വൈ ബിലീവ്സ് ദാറ്റ് എക്സ് ഹാസ് ഓൺലി വാഗണാർ കാർ ബട്ട് അഗ്രീസ് ടു ബൈ ഇറ്റ്. ഇവിടെ ഒരാൾ വേറൊരാൾക്ക് മാരുതി കാർ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ബുഗാട്ടി എന്നുള്ള ഓർമ്മ വരും, ആരാന്നുള്ളത് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരാൾ വാഗണാർ കാറേ ഉള്ളൂ എന്ന് കരുതുകയും മറ്റൊരാൾ അത് പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ബൈലാറ്ററൽ മിസ്റ്റേക്കിന് ഒരു പോയിന്റിലേക്ക് അത് പോയിട്ട് അതെന്താ സംഭവിക്കാന്ന് അറിയാവാ, വോയിഡ് ആവും. ദിസ് അഗ്രിമെന്റ് ഈസ് വോയിഡ് ആസ് 2 parties ആർ തിങ്കിങ് അബൌട്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്. അതായത് 2 പേരും എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഒരു ഐറ്റത്തിലേക്ക് തിങ്ക് ചെയ്യുന്നത്. 2 ആൾ 2 കാര്യം തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് സംഭവിച്ച് അത്
വോയിഡ് ആയി മാറി, വാലിഡ് അല്ലാതായി മാറി. ഓക്കെ, അശ്വതി കറക്റ്റാണ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത്. ഓക്കെ, എ ഫിസിഷ്യൻ ആൻഡ് എ സർജൻ എംപ്ലോയീസ് വൈ ആസ് എൻ അസിസ്റ്റന്റ് ഓൺ എ സാലറി ഓഫ് 75K ഫോർ എ ടേം ഓഫ് 2 years ആൻഡ് നോട്ട് ടു പ്രാക്ടീസ് സർജറി. ഇവിടെയും ഇയാളുടെ പ്രാക്ടീസിന് അയാൾ വിലക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇയാൾ 75,000 റുപ്പീസ് പേയ്മെന്റ് കൊടുത്തിട്ടല്ലേ പറയുന്നത് എന്ത്, നിങ്ങൾ വേറെ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അതെന്തല്ല, അഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ആയിട്ട് കണക്കാക്കത്തില്ല. ആൻ അഗ്രിമെന്റ് ബൈ വിച്ച് എനി പേഴ്സൺ ഇസ് റിസ്ട്രെയിൻഡ് ഫ്രം എക്സസൈസിങ് എ ലോഫുൾ പ്രൊഫഷൻ ഓർ ബിസിനസ് എനി കൈൻഡ് to that extent is void. But as the exemption, agreement of service by which an employee binds himself during the terms is not void or invalid. അതെന്താണ്, വാലിഡ് ആണ്. 5 questions over. 5 ക്വസ്റ്റ്യനും ഐഡിയ കിട്ടിയല്ലോ. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഓക്കെ അല്ലേ? ഐ എം ഗെറ്റിംഗ് ഗുഡ് കമൻസ് ഓൾസോ ഹിയർ. യു ആർ ഫോളോയിങ് വിത്ത് മീ, സോ ഐ ക്യാൻ ഫീൽ ദാറ്റ് നിങ്ങൾ അത്യാവശ്യം ക്ലാസ്സിൽ ഇൻവോൾവ് ആയി കേൾക്കുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അടിപൊളി ക്വസ്റ്റ്യനാണ്, ഇത് രസമുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സലീം കുമാർ. സലീം കുമാർ, ഏത് സലീം കുമാർ എന്ന് പറയാം? പോക്കിരി രാജയുടെ സലീം കുമാർ. പോക്കിരി രാജ സലീം കുമാർ എന്നൊരു സംഭവമുണ്ട്, അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മിസ്റ്റർ സേത്ത് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ്. മിസ്റ്റർ സേത്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഹാവ് ബീൻ ഫൈറ്റിംഗ് എ ലോങ് ഡ്രോൺ ലിറ്റിഗേഷൻ വിത്ത് രമൻ ഓർ രാമൻ. ഇയാൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ രമൻ ആവും, സൗത്ത് ഇന്ത്യയിലെല്ലാം രാമൻ എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ സേത്ത് എന്ന് പറയുന്ന ഒരാൾ രാമൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കുറേ കാലമായിട്ട് കേസ് നടക്കുകയാണ്. ഓക്കെ, ടു സപ്പോർട്ട് ഹിസ് ലീഗൽ ക്യാമ്പയിൻ മിസ്റ്റർ സേത്ത് enlisted the service of Mr. X, a legal expert, stating that an amount of 5 lakh would be paid. ഓക്കെ, അപ്പം മിസ്റ്റർ സേത്തും മിസ്റ്റർ രമനും തമ്മിൽ കേസ് നടക്കുന്നു. ഇവിടെ സേത്ത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത്, ലീഗൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് 5 lakh rupees പേ ചെയ്യാം ഇഫ് മിസ്റ്റർ എക്സ് ഡസ് നോട്ട് ടേക്ക് അപ്പ് ദ കേസ് ഓഫ് മിസ്റ്റർ രമൻ ആൻഡ് മിസ്റ്റർ അഗ്രീസ്. സിറ്റുവേഷൻ മനസ്സിലാക്കണേ നിങ്ങൾ. ഫുള്ള് കമന്റ് വന്നിട്ടുള്ളൂ. അമർത്യ, വിഷ്ണു, മെഹന, ആനന്ദ്, ദേവിക, ഡാർക്ക് മോൺസ്റ്റർ. കറക്റ്റ് ട്വിസ്റ്റ് തന്നെ നമുക്ക് കാണാം. വൺ ട്വിസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. അതായത് മിസ്റ്റർ സേത്ത് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് മിസ്റ്റർ രമൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സേത്ത് എന്ന് പറയുന്ന ആശാൻ എവിടെ പോകുന്നു? മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരാം. കൊടുത്തിക്കില്ലേ, തരാന്ന് പറയുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എന്ത്? അപ്പോൾ അയാൾ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഫെയർ ചെയ്യാം എന്ന് പറയുമ്പോൾ, അല്ലല്ല, നിങ്ങൾ കേസ് അയാൾക്ക് വേണ്ടി വാദിക്കരുത്, എനിക്ക് വേണ്ടി കേസ് വാദിക്കണം എന്നല്ല പറഞ്ഞത്, അയാൾക്ക് വേണ്ടി കേസ് വാദിക്കരുത്, അത് ഞാൻ 5 lakh rupees തരാം എന്നാണ് പറയുന്നത്. എത്തിക്സ് ഉള്ള വക്കീൽ ഇത് ചെയ്യൂല. എനിക്കറിയുന്ന വക്കീലന്മാരും നല്ല എത്തിക്സ് ഉള്ള മനുഷ്യന്മാരുമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? എക്സ് പക്ഷെ എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ അയാൾക്ക് വേണ്ടി, അയാൾ വിചാരിച്ച് വാദിക്കാൻ വേണ്ട, പൈസയും കിട്ടും, രണ്ടും കിട്ടും, ഐലസ. ഓക്കെ, പക്ഷേ സിനാരിയോ മനസ്സിലായോ നിങ്ങൾക്ക്? എനിവൺ who did not understand the scenario? സേത്ത് വേഴ്സസ് രാമനിലെ എക്സ് എന്ന് അറിയുന്ന ആള് രാമന് വേണ്ടി ഹാജരാകാതിരിക്കാൻ 5 lakh rupees സേത്ത് ആർക്ക് ഓഫർ ചെയ്യാണ്? എക്സിന് ഓഫർ ചെയ്യാണ്. ആൻഡ് എക്സ് എന്ത് സമ്മതിച്ചു? ഓക്കെ, കാരണം എക്സ് എന്ത് സമ്മതിച്ചു? ഞാൻ ചെയ്യാതിരിക്കാം, എനിക്ക് 5 lakh തരാം. പക്ഷേ ഇനിയാണ് നമ്മളെ സലീം കുമാർ പറയുന്ന വാക്ക് മനസ്സിൽ വെച്ചോ, മനസ്സിൽ ഇങ്ങനെ പാടിക്കോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടോ, എന്നിട്ട് ഇതിലേക്ക് വരുന്നു. അറ്റ് എൻഡ് ഓഫ് എ ലിറ്റിഗേഷൻ മിസ്റ്റർ സേത്ത് റെഫ്യൂസ് ടു പേ. അവസാനമായപ്പോൾ മിസ്റ്റർ സേത്ത് എന്ത് ചെയ്ത്? പേയ്മെന്റ് കൊടുത്തില്ല. ഡിസൈഡ് വെദർ മിസ്റ്റർ എക്സ് ക്യാൻ റീകവർ ദ എമൗണ്ട് പ്രോമിസ്ഡ് ബൈ മിസ്റ്റർ സേത്ത് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് കോൺട്രാക്ട് ആക്ട്. നിങ്ങൾക്ക് സിനാരിയോ കറക്റ്റ് മനസ്സിലായിക്കോ. സംഭവം സേത്തിന് അവസാനം ആര് ചാമ്പി? മിസ്റ്റർ എക്സിന് മിസ്റ്റർ സേത്ത് എന്ത് ചെയ്ത്? കബളിപ്പിച്ച്. അപ്പൊ മിസ്റ്റർ എക്സിന് ഇപ്പൊ എന്ത് കിട്ടണം? പണം കിട്ടണം. പണം കിട്ടുമോ? യെസ് ഓർ നോ? കിട്ടുമോ? നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടൂല. കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല?
ആ അഗ്രിമെൻ്റ് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, the said agreement is void and okay, we'll look into okay ഈ ഒരു ഇതിൽ നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ആൻഡ് ഓൾസോ 1.63 പേജ് നമ്പർ 1.63 എന്തുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇവിടെ അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ഇവിടെ നോക്കിക്കോ. According to sections 27, an agreement by which any person is restrained from exercising a lawful profession എന്താണ്? void ആണ്. In the instant case, Mr. Seth is in litigation with Raman since long. അത് ഗിവൺ കേസ് പറയാണ്. മിസ്റ്റർ സേത്ത് അനലിസ്റ്റ് മിസ്റ്റർ സാർ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗിവൺ കൊടുത്ത്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്ന കേസ് നോക്കാം. ഇവിടെ ഗിവൺ, ഇവിടെ ലോൻ്റെ പ്രൊവിഷൻ, ഇവിടെ കൺക്ലൂഷൻ. ഇങ്ങനെ എപ്പോൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സെക്ഷൻ 27 പ്രകാരം എന്താണ്? അയാൾക്ക് റീകവർ ചെയ്യാനും പറ്റത്തില്ല. ആ പൈസ പോയി, അയാളുടെ കേസ് പോയി. അറ്റ്ലീസ്റ്റ് ഇന്റർഫിയർ കോർട്ട് ഓഫ് ജസ്റ്റിസ് സമ്മതിക്കൂല. ആകെ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് കോർട്ട് ഓഫ് ജസ്റ്റിസിലല്ലേ. കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ ലൈക്ക് നമ്മളൊരു ജഡ്ജിനെ കാണുമ്പോൾ അല്ലേ റെസ്പെക്റ്റ് വരും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കേസുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ആ മനുഷ്യൻ കേട്ട് ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. എത്ര പ്രഷറുള്ളൊരു ജോബാണ്. നമ്മൾ കോടതിക്ക് വെക്കേഷൻ കൊടുക്കുന്നതിനെ പറ്റി ചിലർ ക്രിട്ടിസൈസ് ചെയ്യും. വെക്കേഷൻ കൊടുക്കണം, കാരണം അവർക്ക് പല വിധികളും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു ഉത്തരവ് കൊടുക്കാനും നല്ലൊരു ഡിസിഷൻ എത്താനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്ന വെരി റെസ്പെക്ട്ഫുൾ പേഴ്സൺസ്. ഓക്കെ, ഫൈൻ, ബാക്ക്. ഇപ്പം നിങ്ങളും കോർട്ടിലൊക്കെ ഒന്ന് പോകണം. ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത്, കോടതിയിൽ പോയിട്ട് നിങ്ങൾ കോടതി വ്യവഹാരം റോൾ കോളൊക്കെ ഉണ്ടാവും, അവിടെ എങ്ങനെയാണ് ഹിയറിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതൊക്കെ നിങ്ങൾ പോയിട്ടൊന്ന് വീക്ഷിക്കും. നെഗോഷ്യൻ ഇൻസ്ട്രുമെൻ്റ് കേസുകളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് വീക്ഷിക്കുക. ഇനിയിപ്പോൾ നിങ്ങളവിടെ കണ്ടു കഴിഞ്ഞാൽ ആരും നീ എന്തോടെ വന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. എനിക്കത് ചോദിച്ചാൽ തന്നെ പറയാം, എനിക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലീവെല്ലാം കിട്ടുമ്പോൾ, ഇനിയിപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് ലീവ് കിട്ടുമ്പോൾ കോർട്ടിലൊക്കെ പോയിട്ടൊന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ ആണോ? ഓൺലി help you out, or they will always what to say tell you people to come and see. അത് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. കാരണം നമുക്കതിനെ പറ്റിയൊക്കെ അറിയണം. ഓക്കെ, ഫൈൻ, വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ഓക്കെ, എന്നാൽ ചോദിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷേ സെക്ഷൻ പോകും കൊളാട്രൽ ടു പോകും. ഓക്കെ, അവിടെ സെക്ഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സെക്ഷൻ ഏതാണ്ട, അതാ സേഫ്. ഗിവൺ കേസ് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ സിനാരിയോസ് തന്നെ എഴുതിയാൽ മതി. സെക്ഷൻ അറിയാമെങ്കിൽ, സെക്ഷൻ നമുക്ക് അറിയാമെങ്കിൽ മാത്രം, ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതുക. അവിടെയും സെക്ഷൻ ലാസ്റ്റ് എഴുതിയാൽ മതി. ഗിവണും പ്രൊവിഷനൊക്കെ എഴുതിയതിനു ശേഷം പോയാൽ മതി. ഇല്ലാതെ ആദ്യമേ എതിൽ തെറ്റിപ്പോയത്. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ RTP ഒക്കെ ചെയ്യുമ്പോൾ ഈ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ 27 പോലത്തെ സെക്ഷൻസ് ഒക്കെ ഓർത്ത് വെക്കാം. ഓക്കെ ആണോ? ഫൈൻ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിൽ ഈ 6 എണ്ണം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. സോ ഈ 6 ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ക്വസ്റ്റ്യൻസ് എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? സോ നമ്മളിപ്പോൾ 6 ഔട്ട് ഓഫ് 20 കവർ ചെയ്തു. 6 ഔട്ട് ഓഫ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത് മൊത്തം ഏതാണ് ചാപ്റ്റർ? കോൺട്രാക്ട് ആക്ട് ആണ് ചാപ്റ്റർ. ഓക്കെ, ഓക്കെ അല്ലേ? ഈ കേസിൽ ഇപ്പം തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത കേസിൽ എന്താണ് എത്ര മാക്സിമം? ഓക്കെ, അങ്ങനെ പോകുന്നതിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാതെ എത്ര കിട്ടുമെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെയാണ്, അത് ഡിപ്പെൻസ് ഓൺ ഹൂ ഈസ് കറക്റ്റിംഗ് മോനെ. അപ്പോൾ ഡിപ്പെൻസ് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രസൻറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയാൽ എന്താവും? യു വിൽ ഗെറ്റ് മാർക്ക്. ഓക്കെ, സോ പിന്നെ തൊട്ട് മുന്നത്തെ കേസിൽ ആക്ച്വലി അയാൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട് വായിച്ചിരുന്നെങ്കിൽ ഈ പൈസ അയാൾക്ക് മേടിച്ചെടുക്കാനും പറ്റുമായിരുന്നു, കേസ് ജയിക്കാനും പറ്റിയാണ്. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. ഓക്കെ, ചെയ്യത്തില്ല. അതിൽ ഷോ എത്തിക്സ്. ഓക്കെ, സോ മൂവിങ് ഓൺ. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ആഫ്റ്റർ ദ അഗ്രിമെൻറ്റ് ടു സെൽ അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930? അപ്പോൾ എന്താണ് കോൺസിക്വൻസ് ഒരു സ്പെസിഫിക് ഗുഡ്സ് ഡിസ്ട്രക്ഷൻ നടന്നാൽ? ഇപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. സോ 7th ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതായത് ഓണർ തന്നെയാണ് സെല്ലർ. അതേ സമയത്ത് എഗ്രിമെൻറ്റ് ടു സെല്ലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് പിന്നീട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോൾ പ്രോപ്പറായിട്ട് സെല് ചെയ്യുന്നതിൻ്റെ മുന്നേ ആരെന്നെയാണ് ഓണറായിട്ട് വരിക? സെല്ലറാണോ വരിക? അതിൻ്റെ 2.11 ഉണ്ട്. സെക്ഷൻ 7 ആണത് നിങ്ങൾ നോക്കേണ്ടത്. സോ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, 7th ക്വസ്റ്റ്യൻ സെക്ഷൻ 7. ഓക്കെ, ഫൈൻ, മൂവിങ് ഓൺ. ഗുഡ്സ് perishing before making of contract, section 7. In accordance with the provisions of the Sale of Goods Act 1930,
As contained in section 7, a contract for the sale of specific good is void if at the time when contract was made, goods without the knowledge of the seller was perished and became so damaged and no longer യൂസ് ചെയ്യാൻ പറ്റും. ഒരു നോ ലോങ്ങർ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് ഡിസ്ട്രക്ഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തായി മാറും? വോയിഡായി മാറും. അടുത്തത് ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ അഗ്രിമെന്റ് ടു സെൽ സെക്ഷൻ 8 where there is an agreement to sell specific goods and subsequently the goods without any fault on the part of the seller or buyer perish or become so damaged as no longer to answer to the description in the agreement before the risk passes to buyer, agreement therefore avoid and becomes void. So both case it becomes void. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏത് പേജിൽ അത് വരുന്നതെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? Good to go. Okay. 8th question. What are the implied conditions in a contract of sale by sample? Again, direct question ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. കാര്യങ്ങൾ എഴുതാനുണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ പ്രോപ്പറായിട്ട് ആ ആൻസർ മക്കൾ എഴുതണം. സെക്ഷൻ 17 കോട്ട് ചെയ്യണം. പിന്നെ ബൾക്കിനെ കറസ്പോണ്ട് ചെയ്യുന്നതായിരിക്കണം, സെയിൽ സാമ്പിളിനെ കറസ്പോണ്ട് ചെയ്യുന്നതായിരിക്കണം ബൾക്ക്. ബയറിന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ്സ് ഷാൽ ബി ഫ്രീ ഓഫ് എനി ഡിഫക്ട് റെൻഡറിങ് ഫ്രം അൺമർക്കൻഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ അതിനെപ്പറ്റി വാറണ്ടി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ എന്താക്കണം? പൊസഷൻ അയാൾക്ക് ഇപ്പോൾ ഉണ്ടാവണം, അത് വേറെ ആരും എടുത്തു കൊണ്ടുപോകാനൊന്നും പാടില്ല. വാറണ്ടി ആസ് ടു നോൺ എക്സ്റ്റൻസ് ഓഫ് എൻകംപ്രൻസസ് ചാർജ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു അസറ്റ് നമ്മളൊരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് നമുക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ഹോൾഡർ അത് എടുത്തു കൊണ്ടുപോകും. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്, പ്രോപ്പർ ഫിറ്റ്നസ് ഉള്ള ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കണം. ഡിസ്ക്ലോഷർ ഓഫ് ഡേഞ്ചറസ് നേച്ചർ ഉണ്ടെങ്കിൽ അതെന്താവണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇതൊക്കെ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ സെക്ഷൻ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഏരിയയിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അത് വായിച്ച് നോക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 9th question. Again, 9th question. നമ്മൾ നേരെ ഈ ക്വസ്റ്റ്യനേക്ക് നോക്കുമ്പോൾ 9th ക്വസ്റ്റ്യനിൽ നേരെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തോന്നുന്നു, കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ തോന്നുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഐ വിൽ ഡു വൺ തിങ്. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ക്വിക്ക്ലി മക്കളൊന്ന് ആ ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്യാൻ നോക്കിയേ. റീഡ് ചെയ്തോ. Okay. I think I will come for help. See, Shubhangi went to a jewelry shop and asked the sales girl to show her diamond necklace with sapphire stone. Sapphire. Jeweler told her that we have a lot of designs of diamond necklace but with blue stone. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത്? സഫയർ സ്റ്റോണ് ഡയമണ്ട് നെക്ലേസിലാക്കിയിട്ട് വേണം. പക്ഷെ അവരെന്ത് പറഞ്ഞു? അവിടെ എന്തേ ഉള്ളൂ? ബ്ലൂ സ്റ്റോൺസേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ മക്കൾക്ക് സഫയർ സ്റ്റോണിന്റെ കളർ എന്താണെന്ന് അറിയാവോ? സഫയറിന്റെ കളർ എന്താണ് നിങ്ങൾക്ക് അറിയാവോ? അല്ലെങ്കിൽ സഫയറിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടോ? ഓക്കെ, ഫൈൻ, നോക്കാം. Jeweler told her that we have a lot of designs of diamond necklace but with blue stone. They will replace blue stone with sapphire stone, but sapphire stone they will charge some extra cost. Shubhangi selected a beautiful designer necklace and paid for it. Payment നടത്തി. She also paid extra cost of sapphire stone. Extra cost എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പേയ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഓൺ ദ വേ ഗൂഗിൾ പേയ്മെന്റ് നടത്തുന്ന ഒരു ലേഡിയാണ്. അവർ പ്രോപ്പറായിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യും. Shubhangi selected a beautiful designer necklace for it. She also paid extra for sapphire stone. The jeweler requested her to come back a week later for delivery of that necklace. When she came after a week to take delivery of necklace, she noticed that due to sapphire stone, the design of necklace had been completely disturbed. Now she wants to terminate the contract and thus asked the manager to give her money back, but he denied for the same. State with reason whether Shubhangi can recover the amount. What would be your answer if jeweler says that
he can change the design but he will charge extra cost. A scenario, തത്തപ്പച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഏതോ ആളൊരു ജഗജില്ലയാണ്. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചത്, ലേഡി പോയിട്ട് പറഞ്ഞു എനിക്ക് ഒരു നെക്ലേസ് വേണം, ആൻഡ് അവർക്ക് സഫയർ ആവേണ്ടത്, പക്ഷെ അവിടെ ബ്ലൂ സ്റ്റോൺ ആണുള്ളത്. അപ്പോൾ തൽക്കാലം ബ്ലൂ സ്റ്റോൺ ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തോ, അതിനുള്ള പൈസ പേയ്മെന്റ് നടത്തിയിട്ട് സഫയർ അതിലേക്ക് ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്താൽ നിങ്ങൾ ഫിറ്റ് ചെയ്ത് തരാം, അതിന് എക്സ്ട്രാ കോസ്റ്റ് വേണം, എല്ലാം കൊടുത്ത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ലേഡി വന്നപ്പോൾ ഇവരത് ഫിറ്റ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നതാണ്, ഈ ഇതിൻ്റെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, രസമില്ല. അങ്ങനെയാകുമ്പോൾ മാനേജർ എന്ത് പറയാണ്, പൈസ തിരിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അവർക്ക് പണം തിരിച്ചു കിട്ടുമോ? നിങ്ങൾ പറ, പണം തിരിച്ചു കിട്ടുമോ? തത്തപ്പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെന്നെല്ലാം പറയുന്നുണ്ട്. കാവൂല മക്കളെ, മക്കള് നല്ല പൊളിയ. നോക്കോ, ഇതാണ് സഫയർ ക്രിസ്റ്റലും പിന്നെ ബ്ലൂ ഡയമണ്ട് എല്ലാം. പക്ഷേ ഇത് ഞാൻ സഫയർ എന്ന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ബ്ലൂ കളറൊക്കെ വന്നിട്ടുണ്ട്, യെല്ലോ അടിച്ചപ്പോൾ യെല്ലോ വന്നിട്ട്. തൽക്കാലം നിങ്ങൾ ഇത് സഫയർ യെല്ലോ ആണെന്നും ഇത് ബ്ലൂ ഡയമണ്ട് ആണെന്നും അങ്ങ് സങ്കല്പിക്കുക. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റി ഇത് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്, അവർക്കത് രസമായിട്ട് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ ശുഭാംഗി ഹാസ് റൈറ്റ് ടു അവോയ്ഡ് ദ അഗ്രിമെന്റ്. എന്തുകൊണ്ടാ? ഇത് അഗ്രിമെന്റ് ടു സെല്ലാണ്. പൈസ കിട്ടും. ആൻഡ് മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പേജ് നമ്പർ 2.7 സെക്ഷൻ 4 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും ഈ ഏരിയയിൽ മക്കൾ എന്ത് ചെയ്ത് നോക്കണം, ഈ ഏരിയ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ആണോ? ആ ബ്ലൂ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ എനിക്കൊരു നല്ല രസം പോലെ തോന്നുന്നുണ്ട്, എനിക്കൊരു ഭംഗി തോന്നി. ഓക്കെ ഫൈൻ, ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഓക്കെ അല്ല, ജസ്റ്റ് അതിൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 9th ക്വസ്റ്റ്യൻ അല്ലേ, 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. സി ഓക്കെ, on the basis of the above provisions of the fact, it can be said that there's an agreement. കണ്ടോ, അഗ്രിമെന്റ് ടു സെല്ലാണ്. അവർ പേയ്മെന്റ് നടത്തി എന്നുള്ളത് കറക്റ്റാണ്, അതിനർത്ഥം അവർക്ക് കിട്ടത്തില്ല എന്നല്ല. ഓക്കെ, ബിറ്റ്വീൻ ശുഭാംഗി ആൻഡ് ജ്വല്ലർ, ഈവൻ ദോ ദ പേയ്മെന്റ് വാസ് മെയ്ഡ് ബൈ the property in the goods can be transferred only after fulfillment of conditions. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറ്റില്ല, ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻ വന്നില്ല, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് റീകവർ ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർലി മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ മണി ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ മേടിക്കാനൊന്നും പറ്റില്ല. ഓക്കെ ആണോ? അടുത്ത 10th ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്റ്റേറ്റ് ദ വാരിയസ് എസെൻഷ്യൽസ് ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ സെക്ഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ ബോക്സ് ക്വസ്റ്റ്യൻസ് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഫ്യൂച്ചർ ഗുഡ്സ്. സെക്ഷൻ 23 ആണ് വരുന്നത്. യു ഷുഡ് കൺഫേം വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കണം, ബയർ സെല്ലറുടെ ആക്സെന്റ് വരണം, എക്സ്പ്രസോ ഇംപ്ലൈഡോ ആയിരിക്കണം, അപ്രോപ്രിയേഷൻ. സോ വാട്ട് എവർ, അത് ഡയറക്ട്ലി എന്താണോ ആ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മക്കൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. പ്രൊവൈഡ് ഇഫ് ഇറ്റ് ഇസ് സെക്ഷൻ 23 ആണ് വരുന്നത്. ഓക്കെ ആണോ? മൂവിങ് ഓൺ. So out of 20 questions we have covered 10 questions. Moving on to the 11 questions. Still നമ്മൾ എന്തിൽ തന്നെയാണ് ഉള്ളത്, സെയിൽ ഓഫ് ഗുഡ് സൈക്കിളാണ് ഉള്ളത്. ഓക്കെ ആണോ? സോ 11th ക്വസ്റ്റ്യൻ നോക്കാം. സൈലേഷ ഒന്നും ചോദിക്കാൻ പറ്റില്ല ആക്ട് പ്രകാരം, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുമ്പോൾ ഒബിയസ്ലി എന്തെങ്കിലും ചെറിയ ചാർജൊക്കെ കൊടുത്തിട്ട് അതങ്ങ് സോൾവ് ചെയ്യാൻ നല്ലത്. പക്ഷേ അവർ, അതായത് നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി പോയിട്ട് അവിടെ നമ്മൾ വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഡയമണ്ട് ഇതൊക്കെ മേടിച്ചല്ലേ, അപ്പോൾ അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് വന്നിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ, നിങ്ങളൊന്ന് നോക്ക്, നമ്മളിപ്പോൾ ഒരു ചെറിയ 2 പുട്ട് ഒരു കടലക്കറി മേടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിൽ തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് പറയില്ല, ചേട്ടാ എന്തായാലും 4 ദിവസത്തെ പുട്ടാണ് തന്നതെന്നൊക്കെ പറയുമ്പോൾ 10-40 രൂപേൻ്റെ കേസായിരിക്കും. ഇതിപ്പോൾ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുള്ള കേസായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അവർ ആ ഒരു രീതിയിലൊന്ന് കസ്റ്റമർ അല്ലേ, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഡെലിവറി സ്റ്റേറ്റ് ആയിട്ടില്ല, കാരണം അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഒരു ഭംഗി വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ഡയമണ്ട് എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതിനും കൂടിയാണല്ലോ എസ്തെറ്റിക് വാല്യൂ ഉള്ള പോയിന്റ് അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഒരു നെസസിറ്റി പോലെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തതോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. അത് അതിൻ്റെ ഒരു രീതി കണ്ടേച്ചാണ്. ഓക്കെ മക്കളെ, സോ അടുത്തത് മിസ്സിസ് കഞ്ചൻ. ഇത് ഫസ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് കുഞ്ചാക്കോനെ ഓർമ്മ വന്നത്, പക്ഷേ ഇത് മിസ് പിന്നെ നോക്കുമ്പോൾ കഞ്ചൻ. Okay, Mr. Kanjan went to the local rice and wheat wholesale shop and asked 100 kg of basmati rice.
Shopkeeper quoted the price at 125 per kg, to which she agreed. Mrs. Kanjan insisted that she would like to see the sample and would be provided to her by shopkeeper before she agreed upon the purchase. അപ്പോൾ ബസുമതി റൈസ് 100 കിലോ വേണം, 135 രൂപയാണ് 1 കിലോന്. അപ്പോൾ അവർക്ക് എന്ത്, ഫുഡ് കഴിച്ചിട്ട് ഫുൾ പൈസ റീകവർ ചെയ്യാവോ? ഹോട്ടലുകാരുടെ സ്വഭാവം പോലെ ഇരിക്കും. പക്ഷെ സീരിയസ്ലി നിങ്ങൾ സ്ഥലത്ത് പോയിട്ട് തീരെ ഭക്ഷണം മോശമായെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ ചിലപ്പോൾ തീരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൈസ മേടിക്കാത്ത കേസൊക്കെ ഉണ്ട്. പുതിയ കുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളായിട്ട് പിടിപ്പിച്ച കേസൊക്കെ ഉണ്ട്. സോ ഡിപ്പെൻസ് ഡേ, ഡിപ്പെൻസ് ഇപ്പോൾ ഏത് കേസാണെങ്കിലും ഡിപ്പെൻസ് അല്ലേ. ഓക്കെ, സോ ബാക്ക്. അപ്പോൾ നമ്മൾ നേരിലേക്ക് വാ, ബസുമതി റൈസിലേക്ക് വാ. ബസുമതി എന്ന് പറയുമ്പോൾ എനിക്ക് ചതിക്കാത്ത എന്ത് ഓർമ്മ വരിക? നിങ്ങൾക്കും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല, അറിഞ്ഞുകൂടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇതൊരു ബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ കഞ്ചന് 125 റുപ്പീസിൻ്റെ ബസ്മതി റൈസ് മേടിച്ച സമയത്ത് എന്തായി, അവർ അതിൻ്റെ സാമ്പിൾ കാണണമെന്ന് പറഞ്ഞു. ഷോപ്പ് കീപ്പർ ഷോഡ് ഹെയർ, ശ്രീലക്ഷ്മി പറയുന്നത് നീ എന്നോട് ശ്രമിച്ചു നോക്കുന്നു മോനെ, ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ശ്രമിച്ചോ മോനെ, എക്സാം കഴിഞ്ഞിട്ട് എല്ലാം ഇനി എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, shopkeeper showed her a bowl of rice as sampled. The sample exactly corresponded to the entire lot. അപ്പോൾ ആ സാമ്പിൾ പോലെ തന്നെ എന്തുണ്ട്, ഫുൾ ലോട്ടും ഉണ്ട്. മിസ്സിസ് കഞ്ചൻ examined the sample casually without noticing the fact that even though the sample was that of basmati, but it contained mix of long and short grain. The cook opening the bags complained that dish if prepared with the rice would not taste the same, as the quality of rice was not as per the requirement of the dish. Now Mr. Kanjan want to file a suit of fraud against the seller. Decide the fate of the case. Would your answer be different if specified the exact requirement? അപ്പോൾ സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പൈസ തന്നില്ലെങ്കിൽ ഫുഡ് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി. ഇത് നോക്ക്, കാവൂല നിങ്ങളടുത്ത്. ഓക്കെ, സോ ഇവര് സാമ്പിൾ നോക്കിയിട്ടുണ്ട്. സാമ്പിൾ അയാൾ പക്ഷെ അവർ ക്യാഷ് കഴിക്കുന്ന ചിലപ്പോൾ നോക്കിയിട്ടുണ്ട്. അവ കുക്ക് നോക്കിയപ്പോൾ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെയാകുമ്പോൾ അവർ കേസ് കൊടുത്താൽ നിലനിൽക്കും തോന്നുന്നുണ്ടോ? നിലനിൽക്കില്ല. കാരണം അവർ സാമ്പിൾ നോക്കിയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്പെസിഫൈഡ് എക്സാക്ട് റിക്വയർമെന്റ് എല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ സൂട്ട് മെയിൻറ്റെയിനബിൾ ആയിരിക്കും. സോ നമുക്ക് ആൻസർ നോക്കാം. ബിഫോർ ലുക്കിംഗ് ദ ആൻസർ, ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. സോ ഇത് നോക്കിക്കോ, പേജ് നമ്പർ 2.27 സെക്ഷൻ 17 പറ്റി പറയുന്നുണ്ട്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുള്ളത്. ഓക്കെ, ഓക്കെ, മൂവിങ് ഓൺ. അതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് കേസ് ജയിക്കുമോ? കേസ് ജയിക്കുമോ? നോക്കാം. Kanjan does not have any option available for her for redressal, and Kanjan specific requirement പറഞ്ഞിട്ടുണ്ടെങ്കിലോ സെല്ലർ ലയബിൾ ആയിരിക്കും. അത് കേസ് നോക്ക്, സെക്ഷൻ 17 ആണ്. പിന്നെ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടാവണം, സെയിം ക്വാളിറ്റി ആയിരിക്കണം. സെക്ഷൻ 17 ഓക്കെ ആണോ? അത് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. 2.27 പേജ് നമ്പർ 2.27 പേജ് നമ്പർ 2.27ലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ? മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് ഒരു രസമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. രവി സോൾഡ് 500 ബാഗ്സ് ഓഫ് ഷുഗർ ടു തുഷാർ. അപ്പം ഇവിടെ രണ്ട് മനുഷ്യന്മാരുണ്ട്, രവിയും ഉണ്ട് തുഷാറുണ്ട്. രവി എന്ന് പറഞ്ഞപ്പോഴാണ് രവി സാർ എന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, രവി സോൾഡ്, എനിക്കിങ്ങനെ രവി എന്ന് വിളിക്കാൻ പറ്റില്ല, സാറിൻ്റെ മനസ്സ് വരുമ്പോൾ രവി സാർ എന്ന് വിളിച്ചു. അപ്പോൾ രവി സാർ സോൾഡ് 500 ബാഗ്സ് ഓഫ് wheat to Tushar. Each bag contains 50 kilograms of wheat. Okay, so R sent 450 bags by road transport, and Tushar himself took remaining 50 bags. Before Tushar receives delivery of 450 bags sent by road transport, he becomes bankrupt. Ravi, being still unpaid, stops the bags in transit. Official receiver of Tushar's insolvency claims the bag. എടാ, ഇത് വളരെ സിമ്പിൾ അല്ലേ? ആർ എന്ന് പറയുന്ന വ്യക്തി 500 ബാഗ്സ് കൊടുത്തു. അതിൽ 50 എണ്ണം അയാൾ പേഴ്സണലി എടുത്തു. ഓക്കെ, ഇവിടെ ക്ലിയർ കുറവുണ്ടെങ്കിൽ മക്കളൊന്ന് ഇവിടെ നോക്കിയാലോ. നോക്കാം, 500 ബാഗ്സിൽ 50 ബാഗ്സ് നേരിട്ട് കൊടുത്തു, 450 ട്രാൻസിലിരിക്കുന്ന സമയത്ത് എന്തായി? അയാൾ ബാങ്ക്രപ്റ്റായി അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയി. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എന്തുകൊണ്ടാണ്? അയാൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ.
റൈറ്റ് ഇൻ സ്റ്റോപ്പേജ് ആണ്, സെക്ഷൻ 50 ആണ്. Okay, subject to provisions. When the buyer of goods become insolvent, the unpaid seller who has parted with the possession of the goods has the right of stopping them in transit. That is to say, he may resume possession of the goods as long as they are in course of transit and may retain until paid or tendered the price. അപ്പോൾ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് കേസിൽ ഇയാൾ അൺപെയ്ഡ് സെല്ലർ ആയിരിക്കണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിലായിരിക്കണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ ആയിരിക്കണം. Unpaid seller has parted with the goods to carrier and the buyer has become insolvent. He can exercise right of asking the carrier to return the goods back or not deliver the goods. In the instant case, Tushar the buyer become insolvent, forfeit back on transit. Ravi the seller can stop the goods in transit by giving notice to Tushar. The official receiver cannot claim. എന്ത് മര്യാദ കേടാണ്, എന്തൊരു മര്യാദ കേടാണ് ചെയ്യുന്നത്? ഇയാൾക്ക് പൈസ കിട്ടത്തില്ലല്ലോ, പിന്നെ അയാൾക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഓക്കെ സാർ, ഏതെങ്കിലും എന്തെങ്കിലും എഴുതിയായിരുന്നു. Oh my god, sorry. ഇപ്പോൾ ക്ലിയർ അല്ലേ? എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, പച്ചയായിപ്പോയല്ലേ, പച്ചയായിപ്പോയി. ഓക്കെ, കുറച്ച് കുഴപ്പമില്ല, ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ അറിയുന്ന വിളിക്കാതെ ഞാനിപ്പോൾ ഒരു പച്ച കളർ സീസസ് എടുത്താൽ എനിക്ക് മുങ്ങിപ്പോകും, അതുപോലെ ഇവിടെ ഞാൻ പച്ച എടുത്തു വരും, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ഓക്കെ fine, I think now it's okay. So moving on. ഓക്കെ, അതിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അത് കാണിച്ചു തരാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുമില്ലടാ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇതാണ് ആകെ ചെയ്തത് കേട്ടോ, അത് സ്ക്രീൻ എടുത്തു. 450യും 50 500 ആണ് ടോട്ടൽ കൊടുത്തത്. അപ്പോൾ ഈ 450 ഇൻ ട്രാൻസിറ്റ് അല്ലേ, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി 50. Okay, so back, moving on to the 13th question. Again, അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ണർഷിപ്പ് ഫിക്സ്ഡ് ഫോർ എ ഫിക്സ്ഡ് പീരീഡും കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. സോ അഗെയിൻ അത് ഡയറക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്തെന്ന് നോക്കിയേ, തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ ഓക്കെ 50 to 52 ആണ്, പേജ് നമ്പർ 2.57 ആണ്. ഫൈൻ. പിന്നെ ഫിക്സ്ഡ് പീരീഡ് ചേഞ്ചിൻ്റെ പോയിന്റ് വളരെ സിമ്പിളാണ്. ഫിക്സ്ഡ് പീരീഡിലേക്കുള്ള പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫിക്സ്ഡ് പീരീഡ് ഒരു 5 വർഷത്തേക്ക് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെടാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് പാർട്ണർഷിപ്പ് ഏർപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? ഫിക്സ്ഡ് പീരീഡ്, വിച്ച് ഇസ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ണർഷിപ്പ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ വേർ ദ പ്രൊവിഷൻസ് മെയ്ഡ് ബൈ ദ കോൺട്രാക്ട് ഫോർ എ ഡ്യൂറേഷൻ, ഒരു ഡ്യൂറേഷൻ ഉണ്ടാകും. ദ പാർട്ണർഷിപ്പ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ്. അതുതന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഡെത്ത്, റിട്ടയർമെന്റ് പോലുള്ള എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെക്ഷൻ 38 പറയുന്നത്. ആൻഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു പ്രോപ്പർട്ടിയാണ്. ഗുഡ് വിൽ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. അതേ ലൈനിലുള്ള മറ്റു ബിസിനസ്സുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഗുഡ് വിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് പറയുന്നു? ഗുഡ് വിൽ ഉണ്ടെന്ന് പറയുന്നു. Property, that's a very easy question and a direct question. Moving on to the question number 14. In between one thing happened. 12th ക്വസ്റ്റ്യൻ കഴിയുന്നതോടുകൂടി നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് കോൺട്രാക്ട് ആക്ട് ആണ്, പിന്നെ 12th വരെയുള്ള ക്വസ്റ്റ്യൻസ് കോൺട്രാക്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. നൗ വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് പാർട്ണർഷിപ്പ് ആക്ട്. ഓക്കെ, നൗ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആടാ, നോക്കാം നമുക്ക്. ABC Associate has been a partnership firm since 1990. Mr. A, Mr. B, Mr. C were partners since the beginning. അപ്പോൾ 1990 മുതലുള്ള പാർട്ണർഷിപ്പാണ്. എയും ബിയും സിയും ആണ് പാർട്ട്നേഴ്സ്. അതിൽ എ എന്ന് പറയുന്ന ആൾ, മിസ്റ്റർ എ, ബീയിങ് എ വെരി സീനിയർ പേഴ്സൺ ഏജ് 78 years, transfers his shares in the firm to his son Mr. Vigas, a chartered accountant. അപ്പോൾ എ എന്ന് പറയുന്ന 78 വയസ്സൊക്കെ ആയി അയാൾ എന്ത് ചെയ്തു? ഒരു റിട്ടയർമെന്റ് മൈൻഡിലാണ്. അപ്പോൾ അയാൾ അത് മകൻ എന്ത് ചെയ്യുന്നു? അയാളെ ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. മിസ്റ്റർ ബി ആൻഡ് മിസ്റ്റർ സി വേർ നോട്ട് ഇൻട്രസ്റ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്റ്റർ ബിക്കും മിസ്റ്റർ സിക്കും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയുന്നത്. അതായത് നമ്മൾ പുതിയൊരു പാർട്ട്ണറിനെയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും, മെജോറിറ്റി പാർട്ട്നേഴ്സിന് പോരാ ഈ ഷെയറോ, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. മിസ്റ്റർ വികാസ് ജോയിനിങ് ദം ആസ് എ പാർട്ണർ ഓഫ് ABC. After some time, Mr. Vigas felt that books of accounts were displaying only a small amount as profit despite a huge turnover.
അപ്പം വികാസിൻ്റെ കൺസേൺ എന്താണ്? മൂപ്പറിന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ആണല്ലോ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നുകയാണ് ഹ്യൂജ് ടേൺ ഓവർ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഇല്ല. ഹി വാണ്ടഡ് ടു ഇൻസ്പെക്ട് ദ ബുക്സ് ആൻഡ് accounts of the firm, arguing that it is his entitlement as a transferee. However, the other partners believed that he cannot challenge the books of accounts. Can Mr. Vikas be introduced as a partner if his partner wants to retire as an advisor, help to resolve the problem as per Partnership Act 1932? അപ്പോൾ സിനാരിയോ നമ്മൾ പറഞ്ഞേക്കാം. എ ബി സി 3 പാർട്ട്നേഴ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ആൾ സീനിയർ പാർട്ട്ണറാണ് ആൻഡ് ഹി ഈസ് ലൈക്ക് 78 years of age. അപ്പോൾ അയാളുടെ മകന് വികാസിന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇവർക്ക് എന്ത് ചെയ്യണം? പാർട്ട്ണറായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അയാൾ പാർട്ട്ണറായി വന്നതിന് ശേഷം അയാൾക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈ ടേൺ ഓവർ ഉണ്ട്, പക്ഷെ ഇവിടെ പ്രോഫിറ്റ് അതിനെ മാത്രം കാണുന്നില്ല. അപ്പോൾ എനിക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം. ആ സമയത്ത് ബിൻ്റെയും സീൻ്റെയും കണ്ടൻഷൻ എന്താണ്? ഇല്ല, നിങ്ങൾ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആൻഡ് ഇയാൾ ഇപ്പം CA ഒക്കെ ആയതുകൊണ്ട് അയാൾ പറയുന്നത് എനിക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണണം. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? അയാളെ പാർട്ണറാക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ എന്താണ്? അയാൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് യെസ് ഓർ നോ പറഞ്ഞേ. വാട്ട് ഡു യു തിങ്ക്? CA-കാരനായിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടില്ല? RTP ചെയ്യാണ്ട് പാസ്സായതാണ് എനിക്ക് തോന്നുന്നത്. ലോൺ എക്സംഷൻ കിട്ടിയിട്ടില്ല, ജസ്റ്റ് പാസ്സാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സാരമല്ല, അയാൾക്ക് പറ്റത്തില്ല. ഗുഡ്, ശൈലേഷ് പറഞ്ഞത് കറക്റ്റാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അയാൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, കാരണം എല്ലാവരുടെയും കൺസേൺ അക്സെപ്റ്റൻസ് വേണം. സോ നോക്കാം. സോ സെക്ഷൻ 31 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 30, നോ പേഴ്സൺ ഷാൾ ബി ഇൻക്ലൂഡ് ആസ് എ പാർട്ട്ണർ ഇൻ ടു എ ഫേം വിത്തൗട്ട് കൺസെന്റ് ഓഫ് all is important, all existing partners. In the instance, Mr. Vikas introduced as a partner with the consent of Mr. B and C, existing partners സമ്മതിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റൈറ്റ് ഓഫ് ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്, എ ട്രാൻസ്ഫർ ബൈ എ പാർട്ട്ണർ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം, either absolute or by mortgage or by creation by him, a charge on such interest does not entitle transferee during the continuance of the firm to interfere conduct of business or to require accounts or to inspect books of the firm, but entitles transferee only receive share of profits of transferring partner, and transferee shall accept the accounts of profit agreed by partners. Here Mr. Vikas, transferee in ABC associate, cannot inspect the books of accounts, and the contention by Mr. Vikas cannot challenge the books of accounts. So അയാൾ ട്രാൻസ്ഫർ ആണ്, അങ്ങനെ അയാൾക്ക് എന്തില്ല? അതിന് മുകളിൽ റൈറ്റ് ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് കുറച്ചൊരു ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞെങ്കിൽ പോലും ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് CA ഒന്ന് മാറ്റിയിട്ട് ആൾ വേറെ എന്തെങ്കിലും ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. ഡോക്ടേഴ്സ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഡോക്ടേഴ്സ്, ഇത് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. ഇപ്പോൾ സെക്ഷൻ 29, സെക്ഷൻ 31, ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് നമ്മളിപ്പം ഡീൽ ചെയ്തത്. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 31-ഉം സെക്ഷൻ 29-ഉം പേജ് നമ്പർ 3.30, പേജ് നമ്പർ 3.34 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാ കൺസെൻറ്റും വേണം. ട്രാൻസ്ഫറിക്ക് ഇൻസ്പെക്ഷൻ റൈറ്റ് ഇല്ല എന്നുള്ള പോയിന്റും മനസ്സിലാക്കാം. ഇതിപ്പോൾ പേജ് നമ്പർ 3.30, പേജ് നമ്പർ 3.34. ഇപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഏരിയ ഒന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ അതിന് ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലൊക്കെ എന്തെങ്കിലും നോക്കാനൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വിക്ക് റിവിഷൻ ചെയ്യുക. അതാണ് റിവിഷൻ ടെസ്റ്റ് പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? കൺട്രോളിലല്ലേ? മനസ്സിലാവുന്നില്ലേ? കോൺഫിഡൻ്റ് ഇല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? നിങ്ങൾ കോൺഫിഡൻ്റ് ഒക്കെ ആണ്, നിങ്ങളൊക്കെ പാസ്സാവും. അല്ലാണ്ട് നിങ്ങൾ RTP ഒന്നും നോക്കിയൊന്നും വരത്തില്ല. You are in the right track. Okay, so with reference to provisions of Indian Partnership Act 32, explain various effects of insolvency of partner. മക്കളെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസോൾവൻസി ഓഫ് പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു സംഭവം കണ്ടിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കുറേ പിക്ചറൊക്കെ വെച്ച് റൗണ്ടിലൊക്കെ വെച്ച് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അവരുടെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു നമ്മളെ തെറ്റിക്കാൻ. യെസ്, CA-കാരനല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. Seriously, good interpretation actually. Professional skeptics ആണ് ഈ കാണിച്ചത് ഇപ്പോൾ. ഗുഡ്, അതൊരു ക്വാളിറ്റിയാണ്. അതായത് CA-കാരനല്ലേ, അപ്പോൾ അയാൾ പറഞ്ഞത് ശരിയായിരിക്കില്ലേ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം. CA always thinks ahead of the times. Okay, but നമ്മൾ ICAൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മൾ ആ ലെവലിൽ ചിന്തിക്കും. അതാണ് ഓക്കെ.
ഇൻസോൾവെന്റ് പാർട്ണർ കനോട്ട് ബി കണ്ടിന്യൂഡ് ആസ് പാർട്ണർ. അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 34 ആണ് മക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. സെറ്റ്, ഹി വിൽ ബി സീസ് ടു ബി എ പാർട്ണർ ഫ്രം വെരി ഡേറ്റ് ഓൺ വിച്ച് ഹി ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷൻ. അയാൾ ഇൻസോൾവെന്റ് ആകുന്ന ആ പോയിന്റിൽ തന്നെ എന്ത് സംഭവിക്കും? അയാളെ പാർട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. The estate of the insolvent partner is not liable for the acts of the firm done after the date of adjudication. The firm is also not liable for any act of the insolvent partner after the date of adjudication. Ordinarily, insolvency of partner results in dissolution of the firm, but partners are compelled to agree among themselves that adjudication of partner as an insolvent will not give rise to dissolution. But dissolution of partnership ഉണ്ട്, dissolution of firm ഉണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയത് പഠിക്കണം. dissolution of partnership എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന, dissolution of firm എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ്ലി ഫുള്ളായിട്ട് ഫേം മാറുന്നതാണ്. ഓക്കെ ആണോ? സോ അഗെയിൻ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 15/20 ഓവർ. നൗ വി ഹാവ് ഓൺലി 5 മോർ ക്വസ്റ്റ്യൻ അല്ലേ? 16 ക്വസ്റ്റ്യൻ നോക്കാം. 16 അഗെയിൻ പാർട്ണർഷിപ്പ് തന്നെയായിട്ടുള്ളത്. അപ്പം നമ്മൾ 6 വരെ കോൺട്രാക്ട് ആക്റ്റാണ് നോക്കിയത്, 12 വരെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റാണ് നോക്കിയത്. ഇപ്പം നമ്മൾ 16th ക്വസ്റ്റ്യനായി. 16th ക്വസ്റ്റ്യൻ ആയപ്പോൾ അവരുള്ളത് പാർട്ണർഷിപ്പിലാണ്. 17ഉം പാർട്ണർഷിപ്പാണ്. 17 വരെ അവർ പാർട്ണർഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്. 18 മാത്രം LLPയും 19ഉം 20ഉം കമ്പനീസ് ആക്റ്റും. അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. മാസ്റ്റർ എക്സ് വാസ് ഇൻട്രൊഡ്യൂസ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് ABC ആൻഡ് കമ്പനി വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും കൺസെന്റ് ചെയ്തുകൊണ്ട് ഒരു മൈൻഡർ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് പോലെ എന്തെങ്കിലും വന്നതൊക്കെ ആയിരിക്കാം. ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി മോർ ദാൻ 6 months elapsed and failed to give public notice as to whether he elected to become or not to become a partner of the firm. Later on, Mr. L, a supplier of material to Mr. ABC, filed a suit against ABC. In light of partnership, explain to what extent X will be liable if he failed to give public notice after attaining majority. Can L recover his debt from X? മൈനർ ആയ ഒരാള് മേജർ ആയി മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് 6 months ടൈം ഉണ്ട്. ആ 6 months ടൈം കൊണ്ട് അയാൾക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം? പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വിഡ്രോ. ഇനി 6 months ആയിട്ട് അയാൾ അറിയിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ അയാൾ പാർട്ട്ണറായിട്ട് ഡീം ചെയ്യും, അയാൾക്ക് ലയബിലിറ്റി വരും. അപ്പോൾ അയാൾക്ക് ഈ സ്യൂട്ടിൽ എന്ത് വരും? ലയബിലിറ്റി വരും. പേജ് നമ്പർ 3.32 സെക്ഷൻ 30 ആണ്. 6 months കഴിഞ്ഞാൽ എന്താവും? അയാൾ ഡീംഡ് പാർട്ട്ണറായി മാറും. ഓക്കെ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ഓക്കെ, ബാക്കി ഇതൊക്കെ സെക്ഷൻ 30 പോയിന്റ്സ് ആണ്. ഞാൻ പറഞ്ഞ ചാപ്റ്റർ നമ്പറിൽ നമുക്ക് നോക്കിയാൽ മതി. നോക്കാം. ഹി ബിക്കംസ് പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ഓൾ കോസ്റ്റ് സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ബെനിഫിറ്റ്സ്. His share of the property and the profits of the firm remains the same to which he is entitled as minor. In the instant, so just in the end vechana, in the instant case, X has failed to give public notice, he shall give. So I mean page number 3.32 ആണ് നോക്കണ്ട. Instant case, X has failed to give public notice, he shall become a partner of ABC and become personally liable to L. In the light of the provisions of 30 clause 7, 30 subsection 7, 30 subsection 5, since X has failed to give public notice that he has not elected to not to become a partner within 6 months, he will be deemed to be a partner after a period of 6 months and therefore L can recover. As if മറ്റു പാർട്ട്നേഴ്സിനുള്ള പോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആക്കി വരും. ബിക്കോസ് ഇപ്പോൾ അയാൾ എന്താണ്? മേജർ ആണ്, ലയബിലിറ്റി വരും. കറക്റ്റ് ആണ്. ഗുഡ് ശ്രീലക്ഷ്മി, ഗുഡ്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 17. Okay. Okay. 17ലേക്ക് വരുമ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നോക്കാം. 17 ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 firms each having 12 partners combined by an agreement into one firm. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് വെദർ ഫോളോയിങ് ആർ പാർട്ണർഷിപ്പ് അണ്ടർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. അപ്പോൾ താഴെ പറയുന്നത് പാർട്ണർഷിപ്പ് ആണോ അല്ലയോ എന്നുള്ളതാണ് മക്കളെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്? 2 firms ഈച്ച് ഹാവിങ് 12 partners combined to form agreement into one firm. ഒരു ഫേമും വേറൊരു ഫേമും കമ്പൈൻ ചെയ്ത് ഒരു ഫേമായി മാറുമ്പോൾ അത് പാർട്ണർഷിപ്പ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതൊന്ന് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞാൽ എനിക്ക് ഞാൻ നോക്കട്ടെ. കാരണം ഈ ഒരൊറ്റ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചൊരു ഐ വുഡ് സേ ലിറ്റിൽ കോൺട്രവേഴ്ഷ്യൽ.
അല്ലെങ്കിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്, അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ഒന്നാമത്തെ 17 വായിച്ചിട്ട് ജസ്റ്റ് യെസ് ഓർ നോ പറ. യെസ് ഓർ നോ പറ. നോക്കട്ടെ. യെസ് ഓർ നോ പറ. വിഷ്ണു CK, ഷഹദ് ഷാ രണ്ടാളും യെസ്സാ പറഞ്ഞത്. അതുൽ കൃഷ്ണ യെസ്സാ പറഞ്ഞത്. കണ്ണൻ യെസ്സാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ഒരു കാര്യം പറയട്ടെ. എടാ പാർട്ട്ണർഷിപ്പ് ഫേം എന്നാ ഓക്കെ നല്ല പോകുന്നതന്നെ. പാർട്ട്ണർഷിപ്പ് ഫേം നാച്ചുറൽ പേഴ്സൺ ആണോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ? നാച്ചുറൽ പേഴ്സൺ ആണ്. പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, പാർട്ട്നേഴ്സ് അല്ല. പാർട്ട്ണർഷിപ്പ് ഫേം നാച്ചുറൽ പേഴ്സൺ ആണ്. നോ വന്നിട്ടുണ്ടല്ലോ. ഹരി ഈസ് ടെല്ലിംഗ് നോ, സൈലേഷ് ഈസ് ടെല്ലിംഗ് നോ. ഓക്കെ, എനി റീസൺ, സ്പെസിഫിക് റീസൺ? You are able to say, it's okay, you can say. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് ഉറപ്പാണോ ശ്രീലക്ഷ്മി? നമ്മൾ കമ്പനീൻ്റെ കേസിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം. ഇത് ആൻസർ കീയിൽ ആക്ച്വലി അവർ യെസ്സാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോക്ക് എടാ, പാർട്ട്ണർഷിപ്പ് ഫേം നാച്ചുറൽ പേഴ്സണും അല്ല ആർട്ടിഫിഷ്യൽ പേഴ്സണും അല്ല. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അല്ലേ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺ കമ്പനി എന്നുള്ളൊരു മീനിങ് അല്ലേ. അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ അതൊരു ഫേം ആണെന്ന് പറയുന്നതിൽ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ICAന്റെ ആൻസർ കീയിൽ അത് യെസ് ആണ്, അതുകൊണ്ട് യെസ് ആണ്. JICA. Whatever ICA is telling, that is correct. Whatever your wife is telling, that is correct, because they are always correct. Moving on. ഒന്ന് കീ നോക്കാം നമുക്ക്. Mother is also correct, because mother is a lady, right? She is correct. ഫാദറിന് എളുപ്പം തെറ്റിപ്പോയി. മദറും വൈഫും ഒരിക്കലും തെറ്റൂല, എല്ലാം കറക്റ്റായിരിക്കും. എ പാർട്ണർഷിപ്പ് ഫേം cannot become a partner to another partnership firm. ഗുഡ്. മുഹമ്മദ് സാലിൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. സൈലേഷ് പറയുന്ന ഫേം പ്ലസ് ഫേം ഈക്വൽ ടു ഫേം. പക്ഷെ മോനെ, നമ്മളെ കൺസേൺ എന്താണെന്ന് അറിയാമോ മോനെ? എടാ, ഫേം നമുക്കൊരു നാച്ചുറൽ പേഴ്സൺ ആവാന്നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ എന്ന് പറയാൻ പറ്റാത്തൊരു പോയിന്റ്. സ്വാലിഹ് നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. എ പാർട്ണർഷിപ്പ് ഫേം cannot become a partner to another partnership firm എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് എനിവേ ഇവിടെ നോക്ക്. യെസ്, ദിസ് ഈസ് എ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ബിക്കോസ് ദർ ഈസ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഫേംസ് ടു കമ്പൈൻ ഇൻ ടു വൺ ഫേം എന്നാണ് ICAI, എൻ്റെ മദർ ഇൻസ്റ്റിറ്റ്യൂട്ടായ ICAI. എനിക്ക് 2 ക്വാളിഫിക്കേഷനും, എൻ്റെ CA ക്വാളിഫിക്കേഷനും ഫോറൻസിക് കോഡ് ക്വാളിഫിക്കേഷനും എന്ന എൻ്റെ മദർ ഓർഗനൈസേഷനായ ICAI പറയുന്നു ഇത് ഫേമാണ്. അപ്പോൾ ഞാൻ ഉണ്ടോ അത് വിശ്വസിക്കുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു കൺഫ്യൂഷനൊക്കെ തോന്നിയാൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് ശരി, ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുകൊണ്ട് ശരി. അതെ, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, 2 ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഐ വിൽ സ്റ്റഡി ഇൻ ഇന്റർപ്രിട്ടേഷൻ. ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോ എന്താണോ പറഞ്ഞത് ചിലപ്പോൾ അബ്സർഡ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് കറക്റ്റ്. ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. ഇവിടെ അധികം ആലോചിക്കേണ്ട. യെസ് എന്ന് പറഞ്ഞാൽ യെസ്. ഇതേ ക്വസ്റ്റ്യൻ വന്നാൽ യെസ്. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി അല്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ആക്ച്വലി ഇത് രണ്ടും അല്ല, അതുകൊണ്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. മൂവിങ് ഓൺ. ഇനി ബാക്കിയൊന്നും പ്രശ്നമല്ല, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഈ ഒരു ഒറ്റ പോയിന്റ് ഞാൻ കുറച്ച് സമയം എടുത്തിട്ടത് പറഞ്ഞത് കാരണം ഈ ഒരു തോട്ട് ഉണ്ട്. അത് ഞാനൊരു എന്താ പറയുക, ഒരു ഡിസ്കഷൻ പോയിന്റ് തന്നെ ഇട്ടതാണ്. ഇൻ കേസ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ പിന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ ലോ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ച് അതിലേക്ക് ഒരു ഡിസിഷൻ എത്തട്ടെ. എൻ്റെ പേഴ്സണൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അതിലൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ബിക്കോസ് ഇതിന് ഇങ്ങനെ ഒരു ക്ലാരിറ്റി പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ പിന്നെ അതാണ് ശരി. ICAI പറഞ്ഞാൽ വേറെ അപ്പീലില്ല. യെസ്, അതന്നെ ശ്രീലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു.
അടുത്തത് എ ആൻഡ് ബി co-owners agree to conduct business in common for profit. പ്രോഫിറ്റിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവർ പിന്നെ ഒരു ബിസിനസ് നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്താണ്, യെസ്, ബിക്കോസ് എന്തുണ്ട്, അവിടെ പ്രോഫിറ്റ് എലമെന്റ് വന്നിട്ടുണ്ട്. അടുത്ത എന്താണ്, സം ഇൻഡിവിജ്വൽസ് ഫോം ആൻ അസോസിയേഷൻ ടു വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട് ₹500 ആനുവലി. ദ ഒബ്ജക്റ്റീവ് ഓഫ് അസോസിയേഷൻ ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ്. അതുവരെ ഓക്കെ. പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ക്ലോത്ത്സ് ഫ്രീ ഫോർ വാർ വിഡോസ് എന്നാണ്. അപ്പോൾ അതെന്തല്ല, പാർട്ണർഷിപ്പ് അല്ല, കാരണം എന്തില്ല, ഒരു പ്രോഫിറ്റ് എലമെന്റ് ഇല്ല. എ ആൻഡ് ബി co-owners ഷെയർ ബിറ്റ്വീൻ ദംസെൽഫ് റെന്റ് ഡിവൈഡഡ് ഫ്രം എ പീസ് ഓഫ് ലാൻഡ്. അതെന്താണ്, co-owners എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലേ. അവർ ഷെയർ ചെയ്യുന്ന എന്തിൻ്റെ പേരിലാണ്, co-owners എന്നുള്ളൊരു പോയിന്റിലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം, ഇറ്റ്സ് നോ. ഓക്കെ, co-owners. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ ആൻഡ് ബി ബൈ കമ്മോഡിറ്റി എക്സ് ആൻഡ് അഗ്രി ടു സെൽ ദ കമ്മോഡിറ്റി ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി. സോ അഗെയിൻ അതെന്താണ്, പാർട്ണർഷിപ്പാണ്. ഇറ്റ്സ് യെസ്. ഓക്കെ, യെസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പോൾ ഇതോടുകൂടി ഈ 17 അപ്പം നമ്മൾ നോക്കിയേ, ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് എന്താണ്, കോൺട്രാക്ട് ആക്ട് ആണ്. പിന്നീടുള്ള 6 ക്വസ്റ്റ്യൻസ് എന്താണ്, പിന്നീടുള്ള 6 ക്വസ്റ്റ്യൻസ് എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതുവരെ ഡിസ്കസ് ചെയ്ത് 17 വരെയുള്ള 12 വരെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സോറി അല്ലേ, അല്ലാണ്ട് ഒരു ഇത് ക്ലിയർ ഓർമ്മയാ, കുറച്ചും കൂടെ നീട്ടി തരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ വരെ എന്താണ്, കോൺട്രാക്ട് ആക്ട് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ വരെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ പാർട്ണർഷിപ്പ് ആക്ട് ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് LLPയിലേക്ക് പോകുന്നത്. 19, 20 ആണ് എന്ത്, നമ്മളുടെ കമ്പനീസ് ആക്ട്. ഓക്കെ അല്ലേ, ഫൈൻ. സോ മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 18 കുറച്ച് ഡയറക്റ്റാണ് പോയത്. ഡിസ്കസ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് LLP വിൽ ബി ലയബിൾ ആൻഡ് നോട്ട് ലയബിൾ. LLP ലയബിൾ ആവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ലയബിൾ ആകുന്നത് എപ്പോഴാണ്, അണ്ടർ ദ ആക്ട്സ് ഓഫ് ദ പാർട്ണർ. പാർട്ണറിൻ്റെ ആക്ട്സുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴാണ് ലയബിലിറ്റി വരുന്നത്, എപ്പോഴാണ് ലയബിലിറ്റി വരാത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ LLP ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ പാർട്ണർക്ക്. ആ അതോറിറ്റീൻ്റെ അകത്ത് നിന്ന് ഒരു പാർട്ണർ ഒരു ആക്ട് ചെയ്യുകയും അതിൽ അയാൾ എന്തെങ്കിലും ലയബിലിറ്റി വരുത്തി കഴിഞ്ഞാൽ LLPക്ക് എന്ത് വരും, ലയബിലിറ്റി വരും. ഇനി അയാൾക്ക് ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ആ അതോറിറ്റീനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, അതിനേക്കാളും കൂടുതലുള്ള രീതിയിലേക്ക് അയാൾ എന്ത് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ലയബിലിറ്റി വരും, സ്ഥാപനത്തിൽ ലയബിലിറ്റി വരില്ല. അപ്പം ജസ്റ്റ് നോക്കിക്കോ, conditions under which LLP will be liable, 27 subsection 2. LLP is liable if a partner is liable to any person as a result of a wrongful act or omission on his part in the course of business of LLP with its authority. അയാളുടെ അതോറിറ്റിൻ്റെ അകത്ത് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് വരില്ല, LLPക്ക് ലയബിലിറ്റി, LLP ആ ലയബിലിറ്റി ഏറ്റെടുക്കും. ഇനി കണ്ടീഷൻസ് അണ്ടർ വിച്ച് LLP വിൽ നോട്ട് ബി ലയബിൾ, 27 സബ്സെക്ഷൻ 1 ആണ്. എ LLP ഈസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ പാർട്ണർ ഇൻ ഡീലിംഗ് വിത്ത് എ പേഴ്സൺ ഇഫ് പാർട്ണർ ഇൻ ഫാക്ട് ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ഫോർ ദ LLP ഇൻ ഡൂയിങ് പെർട്ടിക്കുലർ ആക്ട്. പാർട്ണർക്ക് അതോറിറ്റി ഇല്ലായിരുന്നു. ദ പേഴ്സൺ നോസ് ദാറ്റ് ഹി ഹാസ് നോ അതോറിറ്റി ഓർ ഡസ് നോട്ട് നോ ഓർ ബിലീവ് ഹിം ടു ബി എ പാർട്ണർ ഓഫ് ദ LLP. ഓക്കെ അല്ലേ, മൂവിങ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ, എൻ്റെ 18 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 27 ആണ്, പേജ് നമ്പർ 4.13 കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫൈൻ, അത്രേ LLPയിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി അടുത്തത് 19th ക്വസ്റ്റ്യൻ ആണ്. 19th ക്വസ്റ്റ്യൻ ആണ് കമ്പനീസ് ആക്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ RTPയിൽ. സോ നോക്കാം, കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്വസ്റ്റ്യൻ. ചിലർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെടാറില്ല, കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് സെറ്റാക്കി ചെയ്തു തരാം, ഞാനത് വർക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. BC പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇറ്റ് സബ്സിഡറി KL. BC പ്രൈവറ്റ് ലിമിറ്റഡും അവരുടെ സബ്സിഡറി ആയ KL പ്രൈവറ്റ് ലിമിറ്റഡിനും 90,000 ഷെയർസും 70,000 ഷെയർസും ഉണ്ട്. എവിടെ, PQ പ്രൈവറ്റ് ലിമിറ്റഡിൽ. അപ്പോൾ നോക്കിക്കോ, BC എന്ന് പറയുന്നവർക്ക് 90,000 ഷെയർസ് ഉണ്ട്. KL എന്ന് പറയുന്ന ആൾ, അവരുടെ സബ്സിഡറിക്ക് 70,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ കൂട്ടിയാൽ തന്നെ എത്ര വന്ന്, 1.6 lakh
ഷെയർസ് ഉണ്ടെന്ന് പറയുന്നത്. ആൻഡ് പി ക്യു ലിമിറ്റഡിലാണ് ഈ സംഭവം, പി ക്യു പ്രൈവറ്റ് ലിമിറ്റഡിൽ. അവിടെ ഓൾറെഡി ടോട്ടൽ ഷെയർസ് എത്രയേ ഉള്ളൂ? 1.6. ദാറ്റ് മീൻസ് 1.6 ആണ് രണ്ടും കൂടെ ഉള്ളത്. ടോട്ടൽ ഉള്ളത് 3 lakh ഷെയർസും ആണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? Analyze with reference to Companies Act whether PQ Private Limited is a subsidiary of BC. What would be your answer if KL Private Limited is holding 1.6 lakh in PQ Limited and no shares in BC? അതായത് ബി സിയിൽ 0യും കെ എല്ലിൽ മാത്രം 1.6 ലാഖും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് സിനാരിയോയിൽ സബ്സിഡറി കമ്പനിയാണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിവിടെ ഒന്ന് നോക്കിയേ. ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന് 90,000 ഷെയർസ്, കെ എൽ പ്രൈവറ്റ് ലിമിറ്റഡിന് 70,000 ഷെയർസ്. മൊത്തം എത്ര ഷെയർസാണ് ഉള്ളത്? 3 lakh. ദാറ്റ് മീൻസ് 1.6 lakh ഡിവൈഡ് ബൈ 3 lakh അല്ലേ? അത് എബവ് 50%-നേക്കാൾ മുകളിലല്ലേ? 51%-നേക്കാൾ മുകളിലല്ലേ? അങ്ങനെയാകുമ്പോൾ അത് സബ്സിഡറി കമ്പനി അല്ലേ? സബ്സിഡറി കമ്പനിയാണ്. അതേപോലെ തന്നെ ഇൻ കേസ് ബി സിക്ക് 0യും കെ എല്ലിന് 1.6 ആണെങ്കിലോ, രണ്ട് കേസിലും ഇതെന്ത് തന്നെയാണ്? സബ്സിഡറി കമ്പനി തന്നെയാണ്. 2.2 ക്ലോസ് 87 പേജ് നമ്പർ 5.12. പേജ് നമ്പർ 5.12 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ 2 ക്ലോസ് 87 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ്. 5.12 എന്ന് പറയുന്ന പേജ് നമ്പർ എന്തുണ്ട്? സബ്സിഡറി കമ്പനിയിലുണ്ട്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ ടഫ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഫൈൻ. ഇറ്റ് വാസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ടു ബി ഫ്രാങ്ക്ലി പറയുകയാണ്, ഈസി ക്വസ്റ്റ്യൻ. And last question for the day. So we are winding up with this question. ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്കഷൻ തീർക്കാം. Then it's about quick revision, quick conclusion. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നരേന്ദ്ര മോട്ടോഴ്സ് ലിമിറ്റഡ് ഈസ് എ ഗവൺമെൻറ് കമ്പനി. നരേന്ദ്ര, ഈ പേരുമായിട്ട് നിങ്ങൾക്ക് സാമ്യത തോന്നാം. ഷാ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാവ് ഷെയർ ക്യാപിറ്റൽ 10 crore in the form of 10 lakh shares of 100 each. Narendra Motors Limited holding 5,05,000 shares in Shah Auto Private Limited. Shah Auto Private Limited claimed the status of government company, advised as a legal advisor. Obviously നമ്മൾ 51% കൂടുതൽ ഒരു ഷെയർ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ 51% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പാർട്ട്ലി ബൈ സെൻട്രൽ ആൻഡ് പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അതെന്താണ്? ഗവൺമെൻറ് കമ്പനിയാണ്. 2 ക്ലോസ് 87 അഗെയിൻ നേരത്തെ പറഞ്ഞ 5.12 പേജ് നമ്പറിലുള്ള 2 ക്ലോസ് 87ൽ ഈ ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി, ദ ഹോൾഡിംഗ് കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ഹോൾഡിംഗ് എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ. അങ്ങനെയാകുമ്പോൾ 2 ക്ലോസ് 87 പ്രകാരം ഈ കമ്പനി ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി ആയതുകൊണ്ട് അതെന്തായിട്ട് കണക്കാക്കും? സബ്സിഡറി കമ്പനിയായിട്ട് കണക്കാക്കും. ഓക്കെ ആണോ? ഇത്രയുമാണ് നമ്മളുടെ 20 ക്വസ്റ്റ്യൻസ് ഫ്രം RTP. അപ്പോൾ RTPയിലുള്ള 20 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 6 ക്വസ്റ്റ്യൻസും അവർ നമ്മളെടുത്ത് കോൺട്രാക്റ്റ് ആക്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെയുള്ള 6 ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് 12th വരെയുള്ള ക്വസ്റ്റ്യൻ അവർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ 17th ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻ അവർ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18th ക്വസ്റ്റ്യൻ മാത്രം LLPയും 19ഉം 20ഉം കമ്പനീസ് ആക്റ്റുമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ പിന്നെ LLP എന്നൊരു ക്വസ്റ്റ്യൻ നോർമലി സെക്കൻഡിൽ ബി എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഒരു കാണാറ്. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് LLP എന്ന് നോർമലി കാണാറ്. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിലൊന്ന് ചെയ്താൽ മതി. റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നോക്കിയാൽ മതി. ആൻഡ് പിന്നെ കമ്പനീസ് ആക്ടിന് നല്ല ഇമ്പോർട്ടൻസ് പഠിക്കുക. കോൺട്രാക്റ്റും സെയിലും പാർട്ട്ണർഷിപ്പും നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു പോയിന്റ് കൂടെ പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളെപ്പോഴും ആൻസർ എഴുതുമ്പോൾ ഇല്ലേ ഫസ്റ്റ് ഗിവൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അതിലുള്ള ഫാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ ലോല പ്രൊവിഷൻ ഏതാണല്ലോ അത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്തിലേക്ക് പോവുക? കൺക്ലൂഷനിലേക്ക് എഴുതുക. ഈ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നത് നന്നാവും. ഓക്കെ ആണോ? സോ ദാറ്റ് വാസ് അവർ RTP discussion, and I hope it was useful for you, and good to see that you were giving quick comments and also you were very interactive. Thank you so much for that. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് RTP December 23 വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ യൂസ് മനസ്സിലായോ? നമുക്കൊരു ക്വിക്ക് റിവിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്നും കൂടെ നിങ്ങൾ സമയമെടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. നമുക്ക് ഇൻ്റർവ്യൂ മീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്.